യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയും കൺവെൻഷൻ്റെ ഈ ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസ ജീവിതവും വിശുദ്ധ കുർബാനയും എത്രമാത്രം എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. വികാരിയച്ഛൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ കുർബാന ഏതു ഭാഗത്താണ്? ഹൃദയഭാഗത്ത് തന്നെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകും. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം അതൊരു സെന്റൻസ് അല്ല, അല്ലെങ്കിൽ വാക്കുകളല്ല. പല ജീവിത അനുഭവങ്ങളുടെയും, ആത്മീയ ജീവിത അനുഭവങ്ങളുടെയും, പൗരോഹിത്യ ജീവിത അനുഭവങ്ങളുടെയും, അതിലേറ്റവും കൂടുതൽ ആത്മീയ ജീവിത അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്, അവർ പങ്കുവെക്കുന്നൊരു കാര്യം, വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചാൽ അത് ജീവിതത്തിൽ എപ്പോഴും എന്നും ആ ദിവസം ഒത്തിരിയേറെ സന്തോഷപ്രദമാണ്. ഒരു ദിവസം പരിശുദ്ധ കുർബാന മുടങ്ങിയാൽ ഒത്തിരിയേറെ സങ്കടമാണ്. എന്തോ ഒരു കുറവ് അനുഭവിക്കുന്നു എന്ന് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൂടുതൽ ആഴത്തിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ, എൻ്റെ ജീവിതവും ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഉരുവാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ധൈര്യത്തോടെ പറയും, എന്തു മാറ്റിവെച്ചാലും എന്തുപേക്ഷിച്ചാലും വിശുദ്ധ കുർബാന ഉപേക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോയാൽ അത് അനുഗ്രഹത്തിൻ്റെ വഴികളായി, സ്നേഹത്തിൻ്റെ വഴികളായി. അതുകൊണ്ട് കുർബാനയെ പറ്റി ആഴത്തിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ചോദിക്കും, എന്താണ് കുർബാന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അർപ്പണമാണെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കും. ഞാനും നിങ്ങളുമൊക്കെ അതാണ് അറിഞ്ഞിട്ടുള്ളത്. ഒരു ബലിയാണ് ഈശോ, നമ്മുടെ പുത്രനായ ഈശോ, നമ്മളെ സ്നേഹിക്കുന്ന ഈശോ നമുക്ക് വേണ്ടിയിട്ട് ബലിവേദിയിൽ മരിച്ചു വീഴുന്നു. അവൻ്റെ ജനന, ജീവിത, മരണ, പീഡാനുഭവ, ഉത്ഥാന രഹസ്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് വിശുദ്ധ കുർബാന എന്നാണ് നാം അറിഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ അതിലും ആഴത്തിൽ അല്പം കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുർബാന മറ്റൊന്നായിട്ട് ഞാൻ പറയും. അത് രണ്ടാമത്തെ കാര്യമാണ്. പുത്രനായ ഈശോയുടെ ജനനവും ജീവിതവും പീഡാനുഭവവും മരണവും ഉത്ഥാനവും രണ്ടാമത്തെ കാര്യമാണ്. ഇതിനു മുമ്പ് ഒന്നാമത്തെ ഒരു കാര്യമുണ്ട്. കുർബാന എന്തിനു വേണ്ടിയിട്ടാ അവൻ മരിച്ചത്, എന്തിനു വേണ്ടിയിട്ടാ അവൻ ജീവിച്ചത്, എന്തിനു വേണ്ടി അവൻ ഉത്ഥാനം ചെയ്തു. നമ്മൾ ആ സംഭവം അറിഞ്ഞുകൊണ്ട് വേണം കുർബാനയ്ക്ക് വരാനും, കുർബാനയിലായിരിക്കാനും, കുർബാനയെ സ്നേഹിക്കാനും. എങ്കിലേ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ, നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് അർത്ഥമുണ്ടാവുകയുള്ളൂ. ആഴമായ സ്നേഹത്തോടെ, ബോധ്യത്തോടെ ഇതിനെ തിരിച്ചറിയും. എന്താണ് വിശുദ്ധ കുർബാനയുടെ ആഴം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. ഈശോയുടെ ജീവിതം, മരണം, ഉത്ഥാനം, അത് സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി മരിച്ചു, സന്തോഷം. പക്ഷേ അതിലേക്ക് എത്താൻ അതിനെന്താണ് കാരണമെന്ന് നമ്മൾ തിരിച്ചറിയും. ഇനി എന്നാണ് കുർബാന സ്ഥാപിച്ചത് ചോദിച്ചു കഴിഞ്ഞ് നിങ്ങൾ പറയും, അന്ത്യത്താഴവേളയിൽ. സന്തോഷം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. അന്ത്യത്താഴവേളയിലാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകി, അരയിൽ കച്ച ചുറ്റി പാദങ്ങളൊക്കെ കഴുകി, അവിടുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം എന്ന് കൊടുത്തു. അതൊന്നല്ലേ? പക്ഷേ ഇത് സ്ഥാപിച്ച ദിവസമാണ്. പക്ഷെ സ്ഥാപിക്കാൻ തീരുമാനിച്ച ദിവസമുണ്ട്. വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ തീരുമാനിച്ച ദിവസമാണ് പ്രധാനപ്പെട്ടത്. അവിടുന്ന് തുടങ്ങണം സ്ഥാപനത്തിലേക്ക്. അതെന്നാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് പലപ്പോഴും നമുക്ക് അറിയത്തില്ലാതെ പോകും. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ
മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചതാണ്, ഇനി മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ പരിശുദ്ധ കുർബാന കൊണ്ടേ പറ്റുകയുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിൽ ചിന്തിക്കണം. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് തീരുമാനിച്ചതാ, മനുഷ്യനെ ഇനി വീണ്ടെടുക്കണമെങ്കിൽ പരിശുദ്ധ കുർബാന കൊണ്ടേ സാധിക്കുകയുള്ളൂ. നമ്മൾ അർപ്പിക്കുന്ന കുർബാന ഏറ്റവും സ്നേഹത്തോടെ ആ ഒരു ബോധ്യത്തോടെ അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണും സ്വർഗം താഴേക്ക് വരുന്നൊരു സമയമാണ്. സ്വർഗം താഴേക്ക് വരികയാ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇന്ന് അർപ്പിക്കപ്പെട്ട കുർബാനയിൽ എൻ്റെ അപ്പൻ ദൈവം ഈ ബലിക്കല്ലിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പുത്രനായ മിശിഹ കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടുണ്ട്. സ്വർഗീയ വൃന്ദങ്ങൾ മുഴുവൻ, മാലാഖമാരും ശ്രാപ്പന്മാരും ക്രോവേന്മാരും സറാഫിനുകളും എല്ലാം വിശുദ്ധാത്മാക്കളുമൊക്കെ, നമ്മൾക്ക് അകന്നുപോയ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെല്ലാം ഈ ബലിവേദിയിൽ സന്നിഹിതമാണ്. ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ മാത്രമല്ല ഇന്ന് പങ്കെടുത്തത്, സ്വർഗം മുഴുവൻ സംഗമിക്കുന്നൊരു വേദിയ മദ്ബഹ. സ്വർഗവും ഭൂമിയും സംഗമിക്കുന്ന ഏറ്റവും മനോഹരമായ വേദിയാണ് മദ്ബഹ, ബലിക്കല്ല്, ചോരയുടെ കല്ല്. ഈ ചോരയുടെ കല്ലിൽ ഇന്ന് ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടെ ചിന്തപ്പെട്ട രക്തം, ആ രക്തത്തിലൂടെ ഞാനും നിങ്ങളുമൊക്കെ അതിൽ പങ്കുപറ്റി സ്നേഹത്തിൽ ഒന്നാക്കിക്കൊണ്ട് ദൈവത്തിൽ ഐക്യപ്പെട്ടവരായി മാറ്റപ്പെടുകയാണ്. അപ്പൊ അതാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. അത് ബൈബിളിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ മനോഹരമായിട്ട് വചനം പറഞ്ഞു വെക്കുന്നുണ്ട് കുർബാന സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ പറ്റി. വചനം ഇപ്രകാരം പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും. പരിശുദ്ധ അമ്മയും അവളുടെ സന്തതി ഈശോയും, നീയും നിന്റെ സന്തതിയും സാത്താനും അവന്റെ കൂട്ടാളികളും തമ്മിൽ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ കുതികാലിൽ തകർക്കും, അവൻ നിന്റെ തല തകർക്കും, കുതികാലിൽ പരിക്കേൽപ്പിക്കും. കാൽവരി മലയിൽ കുരിശിൽ തൂങ്ങി മരിച്ചപ്പോൾ ആ സമയം മുതൽ സാത്താന്റെ തല തകർത്ത ദിവസമാണ് പരിശുദ്ധ കുർബാന. ദൈവം അത് അന്ന് തീരുമാനിച്ചു. മനുഷ്യൻ ഒരു സ്നേഹബന്ധത്തിലായിരുന്നു. എന്നും വൈകുന്നേരം നമ്മൾ ബൈബിളിൽ വായിക്കുന്ന, എന്നും വൈകുന്നേരം ദൈവം ഉലാത്തുവാൻ വന്നുകൊണ്ടിരുന്നു. എന്നും വൈകുന്നേരം ദൈവം, പിതാവായ ദൈവം, പുത്രനായ മിശിഹ, പരിശുദ്ധാത്മാവ്, ത്രിത്വൈക ദൈവം എന്നും വൈകുന്നേരം ഉലാത്തുവാൻ വന്നുകൊണ്ടിരുന്നു. ആദത്തോട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആദം, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും കുടുംബം, ഇങ്ങനെയൊക്കെ ആയിരിക്കും സംവിധാനങ്ങള്, ഈ പ്രകൃതി ഇങ്ങനെയൊക്കെ ആയിരിക്കും. സ്നേഹത്തിൽ മൂത്ത്, സ്നേഹം മൂത്ത്, ആ സ്നേഹം നിറഞ്ഞ് ആനന്ദത്തിൽ നിറഞ്ഞുകൊണ്ട് സാത്താന് മനസ്സിലായി മനുഷ്യൻ വളർന്നാൽ എല്ലാതിനേക്കാളും വലിയ ശക്തനായി മാറ്റപ്പെടും. പാടില്ല. അവനിലേക്ക് ആ ബന്ധത്തിൽ നിന്ന് അടർത്തി മാറ്റി. മനുഷ്യനെ ആ ബന്ധത്തിൽ നിന്ന് അടർത്തി മാറ്റി. അവൻ ഇട്ടുകൊടുത്തൊരു ചിന്തയാ, നീ ദൈവത്തെ പോലെയാകാൻ നീ പരിശ്രമിക്കേ. സ്വന്തം ചിന്തകൾ കൊണ്ട് അങ്ങനെ പാപം ഉടലെടുക്കുകയാ. ഇനി ഈ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം കാണിക്കുന്ന ഏറ്റവും വലിയ തത്രപ്പാടാ പരിശുദ്ധ കുർബാന. ഞാനതിന് പേരിട്ട് വിളിക്കും ഒറ്റ വാക്കെന്ന്. നമ്മളെല്ലാവരും വിളിക്കുന്ന വാക്ക് പരിശുദ്ധ കുർബാന. കുർബാന എന്ന വാക്ക്, സ്നേഹമുള്ളവരെ, കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന അർത്ഥം ഇതാണ്. ത്രിത്വൈക ദൈവത്തിൽ 4 പേര്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിന്നെ ഞാനും. ഈ സ്നേഹത്തിലായിരുന്നു ആദം, ഈ സ്നേഹത്തിലായിരുന്നു ഹവ്വ, ഈ സ്നേഹബന്ധത്തിലായിരുന്നു ആദവും ഹവ്വായും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സ്നേഹബന്ധത്തിലായിരുന്നു. ഈ സ്നേഹബന്ധത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം കാണിക്കുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിത്വത്തിന്റെ സംഗമത്തിലേക്ക് എത്തുക.
ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സ്നേഹത്തിന്റെ കൂദാശ എന്ന ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നതാണ് പരിശുദ്ധ കുർബാനയെ പറ്റി. കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃത്വത്തിന്റെ സംഗമമാണ്. അപ്പോൾ കൂടുതൽ ധ്യാനിക്കാൻ തുടങ്ങി. ഈ തൃത്വത്തിന്റെ സംഗമം എന്ന് പറയുമ്പോൾ ത്രിത്വം എന്തിനാ ഈ സംഗമിക്കുന്നത്? എന്നെയും കൂടെ അതിനകത്ത് ചേർക്കാൻ. വീണ്ടും ബൈബിളിലേക്ക് തേടാൻ തുടങ്ങി ഇതിന്റെ അർത്ഥം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അബ്രാഹം ഈ സ്നേഹത്തിൽ അങ്ങ് വളർന്നു, സ്നേഹത്തിൽ വളർന്നു, സഹനത്തിലൂടെ കടന്നുപോയി, സഹനത്തിന്റെ ആഴങ്ങളിലൂടെ കടന്നുപോയി, ഒറ്റപ്പെട്ടു, മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. അങ്ങനെ സാറായെയും കൊണ്ട് മരുഭൂമിയുടെ യാത്ര ചെയ്തുകൊണ്ട് പല പല തിക്താനുഭവങ്ങളിലൂടെയും അബ്രാഹവും സാറായും പല പല തിക്താനുഭവങ്ങളുടെയും കടന്നുപോയി. 90-ാമത്തെ വയസ്സെത്തി. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു അബ്രാഹം, നിനക്ക് മക്കളുണ്ടാകും, മണൽത്തരി പോലെയാകും, നിന്റെ വംശം അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ അങ്ങ് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ കാര്യം ഹൃദയത്തിലിട്ട് സഹനത്തെ ചേർത്ത് പിടിച്ച് പലരും ദുഃഖിപ്പിച്ചു, പലരും വേദനിപ്പിച്ചു, പലരും കളിയാക്കി. കൂട്ടത്തിലുള്ള ദാസന്മാരും ദാസികളും അടിമകളും വരെ അബ്രാഹത്തെയും സാറായെയും ഒക്കെ ഒരുപക്ഷെ നോട്ടത്തോടെയെങ്കിലും വേണമെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, കളിയാക്കി. ഇപ്പോഴും നിന്റെ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നോ? പക്ഷേ ഈ അബ്രാഹാം ദൈവം വിട്ടൊരു പരിപാടിയും ചെയ്തില്ല. അന്ന് ഓക്കുമരത്തിന്റെ ചോട്ടിൽ വെച്ച് അവന് മനോഹരമായ ഭക്ഷണം വിളമ്പിയതിനു ശേഷം ദൈവത്തിന് മനസ്സിലായി അവൻ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയായി മാറ്റപ്പെട്ടു. എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയായി മാറ്റപ്പെട്ടു. കുർബാനയുടെ ശക്തി അതാ. കുർബാനയായി ഈ തൃത്വത്തിൽ ഈ മൂന്ന് പേരും കൂടെ അവനെയും കൂട്ടത്തിലേക്ക് ക്ഷണിക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ്. ഈ 3 പേരും കൂടെ പറയുകയാ, ഇതേ ഒന്ന് നോക്കിക്കേ അബ്രാഹാം, ഞങ്ങൾ പോവുകയാണ് സോദോം ഗൊമോറയിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയണ്ടേ? അവിടെ ഞങ്ങള് സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോവുകയാ. ആ ഒരു പാപത്തിന് അടിമയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാ ദൈവം അബ്രാഹത്തോടത് പങ്കുവെക്കാൻ ഉള്ള കാരണം? ഇതാണ് പരിശുദ്ധ കുർബാന അനുഭവം. നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണം. അതിൻ്റെ അർത്ഥം അതാ. ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, ദൈവ സ്നേഹത്തിൻ്റെ സംഗമത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നമുക്കും ഇതേപോലെ തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഈ ഒരു തിരുമനസ്, സ്നേഹത്തിൻ്റെ ബന്ധം. അബ്രാഹത്തോട് പറയുക, അബ്രാഹാം എനിക്കിഷ്ടപ്പെട്ടു നിന്റെ ത്യാഗം, നിന്റെ സഹനം, നിന്റെ ചേർന്ന് നിൽക്കല്, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയൊരു വ്യക്തിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പറയുകയാ, ഞാൻ പോവുക ഇന്ന് വൈകുന്നേരം ഈ സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? അഭിപ്രായം ചോദിക്കുക. ആ തിരുമനസ് അവന് കൊടുക്കുകയാണ്. അബ്രാഹാം പറഞ്ഞു 50 പേര്, 40 പേര്, 30 പേര്, 20 പേര്, 10 പേര്. ഈ ഒരു ബന്ധത്തിലായിരുന്നു ആദവും ഹവ്വായും. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, പാപം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബന്ധത്തിൽ നടത്തി മാറ്റി. സാത്താന് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാല്, സ്നേഹമുള്ളവരെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ ശക്തനാകും. ഇന്ന് നമ്മൾ എന്നോടും നിങ്ങളോടുമൊക്കെ പറയുന്ന കാര്യം ഇതാ. ഈ പുരോഹിതനായ എന്നോടും അൽമാരായ നിങ്ങളോടുമൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇതാ. പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ പറയുന്നത്, പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറയുന്നത്, പോകാൻ പറയുന്നത്, അതിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറയുന്നത് ചുമ്മാതല്ല, ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല. ദൈവ സ്നേഹ സംഗമത്തിലേക്ക്, ത്രിത്വത്തിന്റെ സംഗമത്തിലേക്ക് എത്തുക. എൻ്റെ കുടുംബത്തെ ഒരു പിതൃത്വം എങ്ങനെ വിശുദ്ധിയോടുകൂടി ജീവിക്കണം, ഒരു മാതൃത്വം എങ്ങനെ വിശുദ്ധിയോടുകൂടി ജീവിക്കണം, ഒരു യുവത്വം എങ്ങനെ വിശുദ്ധിയോടുകൂടി ജീവിക്കണം, നാളെ കുടുംബത്തിൽ ഒരു പൗരോഹിത്യം എങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കണം, ഈ പുറത്ത് വിശുദ്ധമാകാനായിട്ട് ലോകത്തിന് ദൈവ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഈ വിശുദ്ധ കുർബാനയാകണം, വിശുദ്ധ കുർബാനയാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. തൃത്വത്തിൽ 4മതൊരാളാകാൻ ദൈവം ക്ഷണിക്കുന്ന ഏറ്റവും മനോഹരമായ കർമ്മമാണ് പരിശുദ്ധ കുർബാന.
മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, പള്ളി രജിസ്റ്ററിൽ പേര് കയറാൻ വേണ്ടിയിട്ടല്ല. പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറയുന്നത് കുർബാനയ്ക്ക് വന്നതുകൊണ്ടാകുന്നില്ല. കുർബാന സ്വീകരിക്കണം, എങ്കിലേ തൃത്വത്തിൽ നാലാമതൊരാളായി അതിൽ ചേർക്കപ്പെടുകയുള്ളൂ. കാരണം ദൈവം എന്നിലും വസിക്കുന്നു. ഇന്ന് മൊബൈൽ മോർച്ചറികൾ ഇഷ്ടം പോലുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വേറൊന്നൊരു കാര്യമായി ഇന്ന് വേണ്ടത് മൊബൈൽ മോർച്ചറികൾ മാറ്റണം. പ്രതീകാത്മകമായിട്ടാണ്, തെറ്റിദ്ധരിക്കരുത്. പ്രതീകാത്മകമായിട്ടാണ് ഞാൻ പറയുന്നത്. മൊബൈൽ മോർച്ചറികൾ മാറി മൊബൈൽ സക്രാരികൾ ഇറങ്ങേണ്ട സമയമാണ്. നമ്മളൊക്കെ മൊബൈൽ സക്രാരികളാണ്. നിങ്ങൾ ഈ പള്ളിയിൽ കയറിയാൽ മുട്ടുകുത്തും കുരിശ് വരയ്ക്കും കുമ്പിടും. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം അവിടെ ഇരിക്കുന്നു സക്രാരിയിൽ. ആ സാന്നിധ്യം ആ ബലിപീഠത്തിലുണ്ട്. ആ സക്രാരിയിൽ ഇരിക്കുന്ന ദിവ്യകാരുണ്യമാ ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ കൈനീട്ടി നാവിൽ സ്വീകരിച്ചത്. ഇപ്പോൾ മുതൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന സക്രാരികളാ. മൊബൈൽ സക്രാരികളായിട്ടുള്ള വ്യക്തികളെ ഇന്ന് ലോകത്തിൽ ആവശ്യം. മാറ്റപ്പെടണം. പക്ഷേ ഇറങ്ങി പോകുമ്പോൾ, ജീവിതം മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഇന്ന് അത് മൊബൈൽ മോർച്ചറികളായി തന്നെ മാറ്റപ്പെടുന്ന അവസ്ഥയാണ്. സഹനം വരുമ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല. സങ്കടങ്ങൾ വരുമ്പോൾ അസ്വസ്ഥമാകുന്നു. ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നു. സാമ്പത്തിക തടർച്ചകൾ ഉണ്ടാകുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. കുറ്റപ്പെടുത്തലുകളും വേദനകളും വരുമ്പോഴൊക്കെ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കാം. മരണത്തെപ്പറ്റി ചിന്തിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മളുടെ ജീവിതത്തെ ഒന്ന് ആഴമായിട്ട് ചിന്തിക്കുക. ഞാനൊരു കുടുംബത്തിൻ്റെ അനുഭവം പറയാം. ഒരു സ്ഥലത്ത് ആയിരുന്നപ്പോൾ ഒരു കുടുംബം കാണാൻ വരികയാണ്. അപ്പം ഞാൻ അവിടെ പുതുതായിട്ട് ചെന്നതേ ഉള്ളൂ. മറ്റൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണുക, സംസാരിക്കുക, പോവുക. രാത്രി 10:30 അവർ വന്ന് കോളിംഗ് ബെല്ലടിക്കുക. ഞാൻ പറഞ്ഞു, രാത്രിയിൽ കാണുന്നില്ല, അച്ഛന്മാരാരും ഇവിടെ ഇല്ല, കൗൺസിലിംഗ് നടത്തുന്നില്ല. അപ്പോൾ നിങ്ങൾ വേറൊരാളെ സമീപിക്കുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരും. നിരന്തരമായ സമ്മർദ്ദം. അച്ഛ കണ്ടേ പറ്റൂ. മക്കളെല്ലാം, കുഞ്ഞുമക്കളെല്ലാം, ചെറിയ പിള്ളേർ എല്ലാവരും തളർന്നുറങ്ങുകയാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇതാ, അച്ഛാ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് പോകുന്നൊരു വഴിയാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഗ്രില്ല് തുറന്നു, അകത്തേക്ക് കൊണ്ടുപോയി സംസാരിച്ചു. അപ്പോൾ അന്ന് ജോലികളെല്ലാം തീർത്ത് ക്ഷീണിതനായിരുന്നു, തലവേദന എടുക്കുന്നുണ്ട്, ഒന്ന് കിടക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ. പിന്നെ രാത്രിയായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ചുമില്ല. സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവർ മരിക്കാനുള്ള പുറപ്പാടില്ല. അതിനു മുമ്പ് ഒരു വൈദികനെ കണ്ടൊന്ന് സംസാരിച്ചു പോവുക. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി 4.5 കോടി കടത്തിൽ പെട്ടെന്ന് മുങ്ങി വീഴുകയാണ്. ഒറ്റയടിക്കെല്ലാം 2-3 ദിവസങ്ങൾക്കായിട്ട് തകർന്ന് തരിപ്പണമാകുക. മണിമലയാറ്റിൽ വെള്ളം പൊങ്ങിയതുപോലെ 2-3 മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറി അസ്വസ്ഥമായി എല്ലാം ചുറ്റുപാടും പരിഭ്രാന്തി പരത്തിയതുപോലെ എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു കുടുംബത്തെ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടുമുട്ടുകയാണ്. ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് പോകാം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തുടങ്ങ്. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുറേ നേരം അവർക്ക് പങ്കുവെച്ച് കൊടുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വെച്ചൊരു കാര്യം ഇതാണ്, അച്ഛാ പ്രാധാന്യം പല കാര്യങ്ങൾക്കും പോയി. നമ്മൾ പറയും 1-ാം പ്രമാണമെന്ന് പറയാറുണ്ട്. ആ പ്രമാണത്തിൽ ഒരു വാക്കുണ്ട്, ദൈവം, ഈശോ. അതിനേക്കാളും പ്രാധാന്യം മറ്റു പലതിലേക്കും പോയി. ഈ പരിശുദ്ധ കുർബാന ഒരു സെക്കൻഡറി ആയിരുന്നു. കുർബാന അർപ്പണമൊക്കെയുണ്ട് എല്ലാ ദിവസവും, ഞായറാഴ്ചകളിലും ഒക്കെയുണ്ട്. പക്ഷേ കുർബാന അത് പലതായി മാറ്റപ്പെട്ടു. ഒരു ആചരണമായി, കടമയായി, പ്രാർത്ഥനയായി മാറ്റപ്പെട്ടു. പരിശുദ്ധ കുർബാന വെറും ഒരു പ്രാർത്ഥനയല്ല, വെറും ഒരു കടമയല്ല. അതെൻ്റെ അപ്പൻ
ഈ ബലിക്കല്ലിൽ കിടന്ന് എൻ്റെ മകനും എൻ്റെ മകളും ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ബലിക്കല്ലിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന ഒന്നാ എൻ്റെ അപ്പൻ. അല്ലേ? എന്നെ സൃഷ്ടിച്ചവനെ പിന്നെ ഞാൻ എന്നാ പേരിട്ടാ വിളിക്കേണ്ടത്? എൻ്റെ അപ്പനാ എൻ്റെ ദൈവം, എൻ്റെ ഈശോ. ആ ഈശോ ഈ ബലിക്കല്ലിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്നത്, ആട്ടും തുപ്പും തെറിവിളികളുമൊക്കെ ഏറ്റുവാങ്ങുന്നത് എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാ. ഇതാണ് പിതാവായ ദൈവം സമർപ്പിക്കുന്നത്. തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിരുന്ന ദിവ്യകാരുണ്യ, ലോകത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിടത്ത് ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളിലും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഹൃദയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, സെൻട്രൽ വെർട്ടിക്കിൾ എന്ന് പറയുന്ന ജീവൻ പുറപ്പെടുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലം, അതിൻ്റെ ഭാഗത്തുനിന്ന് ആ ഭാഗമാ ആ മാംസകഷ്ണമായിട്ട് മാറ്റപ്പെടുന്നത്. ആന്തരെ ഫസാഡ് എന്ന നിരീശ്വരവാദി, ആ നിരീശ്വരവാദി ഒരു സുഹൃത്തുമായിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, ദേവാലയത്തിലേക്കല്ല, ഒരു സ്ഥലത്തെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. ആന്തരെ ഫസാഡ് നിരീശ്വരവാദിയ, പ്രസിദ്ധനായ മനുഷ്യൻ, പ്രൊഫസർ, എല്ലാവർക്കും ബഹുമാനായൊരു മനുഷ്യൻ. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ ആന്തരെ ഫസാഡ് തൻ്റെ സുഹൃത്തിനെ കാണുന്നില്ല. വളരെ ദേഷ്യത്തോടെ സുഹൃത്തിരിക്കുന്ന ദേവാലയത്തിലേക്ക് കയറിച്ചെന്ന് വാതിൽ തുറക്കുമ്പോൾ മറ്റൊന്നും അദ്ദേഹം കാണുന്നില്ല. ദിവ്യകാരുണ്യത്തിൽ നിന്നൊരു അഗ്നി, ഒരു പ്രകാശഗോളം ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് പതിച്ചു. ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ നിന്ന് തരിച്ചു നിന്നു. സുഹൃത്ത് ഇറങ്ങി വരുമ്പോഴും ആന്തരെ ഫസാഡ് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ലോകം, പ്രത്യേകിച്ചും ആന്തരെ ഫസാഡ് എന്ന വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ പ്രത്യയശാസ്ത്രത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കുറ്റപ്പെടുത്തി, പരിഹസിച്ചു. എല്ലാവരും അദ്ദേഹത്തിനെതിരെ നീങ്ങി. അദ്ദേഹം പറഞ്ഞു, ജീവിക്കും ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞാൻ ഈ ദിവ്യകാരുണ്യത്തിൽ കാണുകയാ. സ്നേഹമുള്ളവരെ, എൻ്റെ അപ്പൻ ബലിക്കല്ലിൽ പറിച്ചു വെച്ചിരിക്കുന്നത് അപ്പൻ്റെ ഹൃദയമാ. എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് ബലിയർപ്പിക്കുന്നത്, രക്തം ചിന്തുന്നത്, അത് എനിക്ക് വേണ്ടി ഈ വഴിയെ പോകുന്ന പശുവിന് വേണ്ടിയിട്ടല്ല, ഒരു നായ്ക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാ. എന്നെ സ്വന്തമാക്കണം, എന്നെ രക്ഷിക്കണം, എനിക്ക് രക്ഷ കിട്ടണം, എനിക്ക് പ്രത്യാശ ഉള്ള ഒരു ജീവിതം കിട്ടണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ബലിക്കലിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന എൻ്റെ അപ്പൻ, ആ അപ്പന് വില കൊടുക്കണം. ആ അപ്പന് വില കൊടുത്തു കഴിയുമ്പോൾ മറ്റു പലതുമൊക്കെ രണ്ടാമതായി മാറും. നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പലതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ജീവനായിരിക്കാം, ബന്ധങ്ങളായിരിക്കാം, വസ്തുക്കളായിരിക്കാം, പോട്ടെ, ക്രിസ്തു എൻ്റെ ജീവനാ, എൻ്റെ ശക്തിയാ, എൻ്റെ ഓജസ്സാ, എനിക്ക് പ്രത്യാശയും രക്ഷയും തരുന്ന, എനിക്ക് വേണ്ടിയിട്ട് ബലിക്കലിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്നത് ഈ ദൈവമാ. ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല. അത് പാട്ടുപാടിയത് കൊണ്ടോ പ്രാർത്ഥന ചെയ്തുകൊണ്ടോ ആകില്ല. എൻ്റെ ഹൃദയം കൊടുക്കണം. അതിന് പകരമായിട്ട് കാഴ്ചയായിട്ട് എന്തു കൊടുത്താലും, തേങ്ങ കൊടുത്താലും, ചക്ക കൊടുത്താലും, എന്തു കൊടുത്താലും ഒന്നുമാകില്ല. ഈ പരിശുദ്ധ കുർബാനയോളം ഒന്നും എത്തില്ല എൻ്റെ ഹൃദയം പങ്കുവെക്കുന്നില്ലെങ്കിൽ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നത്. തൻ്റെ ഏകജാതൻ നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഹൃദയത്തിന്റെ ഭാഗം ചങ്കു പറിച്ച ഈ ബലിക്കലിലായിരിക്കുക നിസ്സാരമായ ഒരു കാര്യമല്ല. പരിശുദ്ധ കുർബാനയെ നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. എങ്ങനെയും അർപ്പിച്ചു പോകാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് വരാം. സ്നേഹമുള്ളവരെ, അതല്ല പരിശുദ്ധ കുർബാന. ഞാൻ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാ, അത് നിങ്ങളെ വിഷമിക്കുന്നുണ്ടെങ്കിൽ പൊറുക്കണം. വിമർശിക്കപ്പെടാനും പറയുകയല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ അയൽപക്കത്തെ വീട്ടിൽ പോയിരുന്ന് ചായ കുടിക്കുമോ? എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ അയൽപക്കത്തെ വീട്ടിൽ പോയിരുന്ന് ചീട്ട് കളിക്കുമോ? തൊട്ടടുത്ത് മാറി നിന്നുകൊണ്ട് ഞാൻ മൊബൈൽ കളിക്കുമോ? എൻ്റെ അപ്പൻ ബലിക്കല്ലിൽ പടഞ്ഞു മരിക്കുമ്പോൾ
സ്നേഹമുള്ളവരെ, ഈ പുരോഹിതനായി ഞാനും നിങ്ങളുമൊക്കെ കൊടുക്കുന്നൊരു പ്രാധാന്യം, വില. വിശുദ്ധ കുർബാന വിലയുള്ളതാ. അതുകൊണ്ടായിരിക്കാം സത്താൻ സേവകക്കാര് ഇതിന് വിലയിട്ട് കൊടുത്തിരിക്കുക. 2000 മുതൽ 25 ലക്ഷം രൂപ വരെയൊക്കെ അങ്ങനെ ലക്ഷങ്ങൾ വിലയിട്ടിരിക്കുക. അപ്പന്റെ തലയ്ക്ക് വിലയിട്ട് കൊടുത്തു. ഒരു യൂദാസ് 30 വെള്ളിക്കാശ് കൊടുത്തെങ്കിൽ ഇന്നും അവന് ഈ ഒരു ചെറുതുണ്ടപ്പത്തിന് വിലയിടുന്നുണ്ട്. അതുകൊണ്ട് അന്ന് തീരുമാനിച്ചു, മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ ഈ പരിശുദ്ധ കുർബാന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയെ അതെത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും നശിക്കാൻ നിൽക്കുന്നതിൻ്റെ കാരണം നമ്മൾ കൊടുക്കുന്നത് കൊണ്ടല്ല, പരിശുദ്ധ കുർബാനയുള്ളത് കൊണ്ടാണ്. അത് നശിക്കില്ല. ആര് നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ പരിശുദ്ധ കുർബാനയുള്ളത് കൊണ്ട് ഇത് തീരില്ല. കാരണം അതെൻ്റെ അപ്പൻ്റെ കണ്ണികളാ. എൻ്റെ അപ്പനാത് ഒന്നിപ്പിക്കുന്നത്. സ്വർഗവും ഭൂമിയും സംഗമിക്കുന്ന ഏറ്റവും മനോഹരമായ സമയം, സ്വർഗവും ഭൂമിയും സംഗമിക്കുന്ന ഏറ്റവും മനോഹരമായ സുന്ദരമായ സമയം. അതുകൊണ്ട് കുർബാന അർപ്പിക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് അർപ്പിക്കണം. ഏറ്റവും മനോഹരമായിട്ട്, ആനന്ദത്തോടെ, ഒരുക്കത്തോടെ. പക വരരുത്, ദേഷ്യം വരരുത്, അലസതയുണ്ടാകരുത്. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറയും, മനുഷ്യരാണ്, ബലഹീനരാണ്, കുറവുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. പക്ഷേ എത്രമാത്രം ആഗ്രഹത്തോടെയും വിശ്വാസത്തോടെയും വിശുദ്ധിയോടും കൂടിയ എൻ്റെ ഓരോ ബലിയർപ്പണങ്ങളും ഒക്കെ നടക്കുന്നത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ, സ്വർഗവുമായിട്ട് സംഗമിക്കണമെങ്കിൽ ഈ പരിശുദ്ധ കുർബാന തീടി ഈ ഭൂമിയിൽ വെച്ച് പറുദീസ അനുഭവിക്കാൻ ദൈവം എനിക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു സമയമാണ് പരിശുദ്ധ കുർബാനയുടെ സമയം. പത്തിരപ്പിയോ എന്ന വിശുദ്ധന്റെ കുർബാനയ്ക്ക് എത്താനായിട്ട് ആൾക്കാർ രാത്രിയിലൊക്കെ ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും ഒക്കെ ബുക്ക് ചെയ്ത് കിടക്കുക. അദ്ദേഹം 2-3 മണിക്കൂറുകളൊക്കെ കുർബാന എടുക്കാൻ, അതർപ്പിക്കാനൊക്കെ ആയിട്ട് സമയമെടുത്തു. അവസാനം ആശ്രമത്തിലുള്ളവർ, അധികാരികളും മടുത്തു. ഈ അച്ഛനെ കൊണ്ട് എന്തേരം സമയമെടുക്കുന്നത്, 3-4 മണിക്കൂറുകളൊക്കെയാണ് എടുക്കുന്നത് പാദ്രിപ്പിയോ എന്ന വിശുദ്ധൻ കുർബാന അർപ്പിക്കാനായിട്ട്. ആൾക്കാർക്കൊരു പ്രശ്നവുമില്ല. ദൂരദേശങ്ങളിൽ നിന്ന് വരെ ആൾക്കാരൊക്കെ കുർബാന അർപ്പിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനടുത്തുള്ള വീടുകളൊക്കെ ബുക്ക് ചെയ്താണ് എത്തുന്നത്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു വെച്ചതാണ്, അൾത്താരയിൽ പാദ്രിപ്പിയോ അല്ല അർപ്പിക്കുന്നത്, ഞങ്ങൾ കാണുന്നത് ഈശോ മിശിഹായെ കാണുകയാണ്. അത്രയും ഒരുക്കത്തോടും. അതുകൊണ്ട് പാദ്രിപ്പിയോ വെളുപ്പിനെ 2 മണിക്ക് എഴുന്നേറ്റ് കുർബാന അർപ്പിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നു. സങ്കീർത്തനങ്ങളും മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് സങ്കീർത്തനങ്ങൾ വായിച്ചും കൊന്ത ചെല്ലിയും പരിഹാരങ്ങൾ അനുഷ്ഠിച്ചും വരാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടും ലോകത്തിന് വേണ്ടിയിട്ടും ഒക്കെ പരിഹാരങ്ങൾ അനുഷ്ഠിച്ച് ബലിയർപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കുർബാനയ്ക്ക് അന്ന് ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നുമില്ല. ജനം തിങ്ങിക്കൂടി. സ്നേഹമുള്ളവരെ, നമ്മുടെ ബലിക്കല്ലിൽ അത്ഭുതമാ. നമ്മുടെ ബലിക്കല്ല് ചോരയുടെ കല്ല. അതെൻ്റെ അപ്പൻ്റെ ചോരയുടെ കല്ല. എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ. അത് സ്നേഹത്തിൻ്റെ ബലിക്കല്ല. ആ ചോര കൊണ്ടൊന്ന് കഴുകിയെടുത്താൽ ശുദ്ധീകരിക്കപ്പെടും, ശക്തി ഒഴുകും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, കുർബാനയെ സ്നേഹിക്കുക. വീണ്ടും ജോൺ ഫക്കുന്ത എന്നൊരു വിശുദ്ധനുണ്ട്. ഈ ജോൺ ഫക്കുന്ത എന്ന വിശുദ്ധൻ മണിക്കൂറുകൾ ദിവ്യകാരുണ്യം ബലിയർപ്പിക്കാൻ ആൾക്കാർ ഇതേപോലെ തിങ്ങിക്കൂടാൻ തുടങ്ങി. അദ്ദേഹത്തെ അവസാനം ആശ്രമത്തിലുള്ളവർ പൂട്ടിയിട്ടു. പറ്റില്ല, അകത്ത് കിടന്നോളാൻ പറഞ്ഞു. ഇനി കുർബാന അർപ്പിക്കണ്ട. വിശുദ്ധനാ, മഹാനായൊരു വിശുദ്ധനാ. വിശുദ്ധ കുർബാനയുടെ ഇത്രയും ഭക്തനായൊരു വിശുദ്ധനാണ് ജോൺ ഫക്കുന്തോ. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. എളിമയോടെ അദ്ദേഹം മുറിക്കുള്ളിൽ ബലിയർപ്പിക്കാൻ തുടങ്ങി. മാസങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ആശ്രമശ്രേഷ്ഠനോട് പറഞ്ഞു, ആശ്രമശ്രേഷ്ഠ, എനിക്കൊന്ന് കുമ്പസാരിക്കണം, അങ്ങ് അനുവദിക്കുമോ? അദ്ദേഹം അനുവദിച്ചു. അങ്ങനെ ജോൺ ഫക്കുന്തോ കുമ്പസാരിക്കുമ്പോൾ ഈ പാപമോചനമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ആശ്രമശ്രേഷ്ഠൻ എഴുന്നേറ്റിട്ട് ഈ ജോൺ ഫക്കുന്ത എന്ന
വിശുദ്ധൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് മാപ്പ് ചോദിച്ചു, ഞാൻ ഒന്ന് കുമ്പസാരിച്ചോട്ടെ. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ കുമ്പസാര രഹസ്യം ഞാൻ ലോകത്തോടൊന്ന് വെളിപ്പെടുത്തട്ടെ. അപ്പോൾ അദ്ദേഹം അനുവാദം കൊടുക്കുകയാണ്. എന്താണ് ഈ കുമ്പസാര രഹസ്യം? അദ്ദേഹം പറയുകയാണ്, ഞാൻ അർപ്പിക്കുന്ന കുർബാനയിൽ കാണുന്നത് മഹാരഹസ്യമാണ്. ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുർബാനയുടെ ആദ്യത്തെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന കഴിഞ്ഞ് ഞായറാഴ്ചത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ മനോഹരമായിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇവിടെ പ്രാർത്ഥന പറയുന്നത്, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മം. ദിവ്യരഹസ്യങ്ങളാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ടിത്, ബാഹ്യമായ കണ്ണുകൾ കൊണ്ടത് ലിമിറ്റഡാ. ആന്തരികമായ നേത്രം ഇത് രഹസ്യങ്ങൾ നിറഞ്ഞതാ. അദ്ദേഹം പറഞ്ഞു, ഈ ബലിയർപ്പിക്കുമ്പോൾ ഞാൻ കാണുന്നത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങൾ, സ്വർഗത്തിൻ്റെ പ്രവൃത്തികൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സംഗമിക്കുന്ന കാര്യങ്ങൾ. ഇത് കാണുമ്പോൾ ഞാൻ അറിയുന്നില്ല സമയം പോകുന്നത്. അതിങ്ങനെ സമയം നീണ്ടുവയ്ക്കുമ്പോഴും, പക്ഷെ കുർബാനയ്ക്ക് വന്ന ഒറ്റ മനുഷ്യൻ 3-4 മണിക്കൂറെടുത്താണ് അദ്ദേഹം കുർബാന ഒരു ദിവസത്തെ കുർബാന. ആൾക്കാർക്ക് ആർക്കും ഒരു മടുപ്പുമില്ല. ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടിരിക്കുക. സ്നേഹമുള്ളവരെ, ഞാൻ പറയുന്നത്, അതൊറ്റ കുർബാനയാകട്ടെ, പാട്ട് കുർബാനയാകട്ടെ, തിരുനാൾ കുർബാനയാകട്ടെ, ഏത് കുർബാനയായിക്കോട്ടെ, രഹസ്യങ്ങൾ നിറഞ്ഞതാ. പക്ഷെ ഞാൻ കൊടുക്കുന്നൊരു വില, പ്രാധാന്യം എത്രമാത്രമുണ്ട് കുർബാനയെക്കുറിച്ച്, എത്രമാത്രം അതിനെ സ്നേഹിക്കാൻ പറ്റുന്നു. കുർബാനയെക്കാളും പ്രാധാന്യം എനിക്ക് ഏതിനാ പ്രാധാന്യമെന്ന്? ആഘോഷങ്ങൾക്കാണോ? ഇന്ന് കുർബാനയെക്കാളും പ്രാധാന്യം ആഘോഷങ്ങൾക്ക് പോകുന്നു. ഇന്ന് കുർബാനയെക്കാളും പ്രാധാന്യം മറ്റു പലതിലേക്കും പോകുന്നു, വിശുദ്ധരിലേക്ക് പോകുന്നു. വേണ്ടാന്ന് പറയുന്നില്ല, പക്ഷെ പരിശുദ്ധ കുർബാന ദൈവം സംഗമിക്കുന്ന വേദിയാ. ദൈവം എന്നെ കാണാൻ വരുന്ന വേദിയാ, എന്നെ സുഖപ്പെടുത്താൻ വരുന്ന വേദിയാ. ഞാൻ കുറേ നാള് ബോംബെയിൽ ഒരു ഇടവകയിൽ സേവനം ചെയ്യും. ഈ ഇടവകയിൽ സേവനം ചെയ്യുമ്പോൾ വലിയൊരു അത്ഭുതം അവിടെ നടക്കുകയാണ്. അവർക്ക് പള്ളിയില്ല. അപ്പോൾ ഈ പള്ളി ഇവിടെ നമുക്ക് നാട്ടിലൊക്കെ എന്തെങ്കിലും മനോഹരമായൊരു പള്ളി, ഇവർക്ക് ഇത് കോളനിയുടെ നടുക്ക്, ചോള്, ഈ ചോളിൻ്റെ നടുക്ക് ഈ ഒരു പള്ളി. കൈമുട്ടിയാൽ കൈപൊക്കിയാൽ ഫാനെ കൊള്ളും. ചുറ്റുപാടും വീടുകളാണ്. അതും മലയാളികൾ ആരുമില്ല, ആംഗ്ലോ ഇന്ത്യൻസും ഹിന്ദുക്കളും മുസ്ലിങ്ങളും. 20 വർഷമായി അവിടെ പള്ളി സ്ഥാപിച്ചിട്ട് അതിൽ 18 വർഷമായിട്ട് പള്ളിയായിട്ട് അവർ ബഹളമാണ്. കാരണം നമ്മുടെ ഒന്നും മലയാള ഭാഷ അവർക്ക് മനസ്സിലാകുന്നില്ല. പള്ളിയായിട്ട് എതിരാണ്. ഈ പള്ളിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റണം. പള്ളി ഇന്ന് കാലെടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വഴിയിലേക്ക് എടുത്ത് വെക്കുന്നത്, വേറെ സ്ഥലമില്ല. കസേരയിട്ടിരിക്കുന്നത് വഴിയാണ്, അതിലെ എപ്പോഴും വണ്ടികൾ പാസ് ചെയ്യുന്ന ചെറിയ ഇടുങ്ങിയ വഴി. ഈ വേമയുടെ പകുതിയേ ഉള്ളൂ, ബൈക്ക് വെക്കാൻ പോലും ഇടയിൽ. അച്ഛൻ്റെ ബൈക്ക് കൊണ്ടുവച്ചാലും അടുത്തുള്ള വീട്ടുകാരൊക്കെ എതിർപ്പുകളാണ്. അതിനു മുമ്പ് ഞാൻ ചെല്ലുന്നതിന് മുമ്പൊക്കെ അവർ ആ ബൈക്കിൽ മേലെ മീൻ കഴുകിയ വെള്ളവും പച്ചക്കറിയുടെ വേസ്റ്റുമൊക്കെ ഇട്ടിട്ടുണ്ട് എന്നവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ അസ്വസ്ഥമാണ്, ജനവും അസ്വസ്ഥമാണ്. തേടി നടന്നു ഒരു സ്ഥലം നോക്കാനായിട്ട്. ബോംബെ പട്ടണത്തിൻ്റെ നടുക്ക് എവിടെ സ്ഥലം കിട്ടാൻ, അതും പേപ്പറുകളൊന്നും ശരിയല്ലാത്ത സ്ഥലങ്ങൾ, കോടികൾ വിലയുണ്ട്. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് പതിവ് പോലെ അച്ഛന് സ്ഥലമാറ്റം വരുന്നു, എനിക്കും സ്ഥലമാറ്റം വരികയാണ്. ഞാനും അവിടെ നിന്ന് മാറാനായിട്ട് ഒരുങ്ങുകയാണ്. ആ സമയത്ത് എൻ്റെ സ്ഥലമാറ്റമൊക്കെ റെഡിയായിട്ടിരിക്കുന്ന സമയത്ത് വലിയൊരു പ്രശ്നം ആ ദേവാലയത്തിൽ നടക്കുകയാണ്. അപ്പോൾ ചെറിയ ഒരു തട്ടുണ്ട്, അത് 2 നില പണിയത്തില്ല, കടപ്പയുടെ കല്ലിട്ടിരിക്കുകയാണ്. ആ കല്ലിന് മേളിലൊരു ഹാള്. സ്നേഹമുള്ളവരെ, അന്ധേരി എന്ന് പറയുന്നൊരു സ്ഥലം വളരെ ഫേമസ് ആണ്, അന്ധേരി. അപ്പം ആ സ്ഥലത്ത് അവിടെ ഒരു പള്ളി. അപ്പോൾ ഈ പള്ളിയിൽ ഏകദേശം 170 വീട്ടുകാരും, പള്ളി തിങ്ങി നിറഞ്ഞ ആൾ. ജോലി ചെയ്ത് കഴിഞ്ഞ് ഈ ജനം ഒത്തിരിയേറെ ദാഹത്തോടെ വന്ന് ബലിയർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ജോലി ചെയ്ത് കഴിഞ്ഞ് അവരുടെ ബാഗൊക്കെ സൈഡിൽ വെച്ച് നിന്നിട്ട് അതേപോലെ ബലിയർപ്പിക്കുക. എന്നിട്ട് 8 മണിയാകുമ്പോൾ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നവർ ഒത്തിരിയേറെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഇടവക സമൂഹം. അപ്പോൾ ഈ മനുഷ്യർ അങ്ങനെ ആഗ്രഹിക്കുക ഒരു പള്ളിക്ക്.
അപ്പം ഞാൻ പോകും, അവിടുന്ന് സ്ഥലം മാറാൻ പോകുന്നു, ആരോടും അറിയിക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഡിസംബർ മാസം ഈ തട്ടിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു ഹാള് പോലെയുണ്ട്. അതിൻ്റെ ഭിത്തിയിൽ വലിയൊരു വിടവ് പ്രത്യക്ഷപ്പെടുകയാണ്. അതിന് ഭിത്തി വേർപെടാവുന്ന ഒരവസ്ഥ. പെട്ടെന്നൊരു അതിന് കുലുക്കമുണ്ടായി, ഒരു ഷെയ്ക്ക് ഉണ്ടായിട്ട് അതിന് ഉണ്ടാകുന്നൊരു അസ്വസ്ഥത. അങ്ങനെ രൂപതയിൽ നിന്ന് കമ്മീഷൻ വന്നു. തീരുമാനിച്ചു മേളത്തെ തട്ട് കനം കുറച്ച് പണിയുക, പൊളിച്ച് കനം കുറച്ച് പണിയുക. ഇനിയും അക്കൗണ്ടിൽ പൈസയില്ല, രൂപത കടം തരില്ല, കാരണം ഓൾറെഡി 10 ലക്ഷം രൂപ രൂപതയ്ക്ക് കൊടുക്കാൻ കിടപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ച് ഞാനും അവരെ പ്രോത്സാഹിപ്പിച്ചു, നമുക്ക് കുറച്ച് പൈസ സംഘടിപ്പിച്ച് പെട്ടെന്ന് മേളത്തെ കനം കുറഞ്ഞ ഭിത്തി അത് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് അതവിടെ പണിയാം. അങ്ങനെ ഞങ്ങൾ പണി ആരംഭിക്കുകയാണ്. പരിശുദ്ധ കുർബാനയേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിലൊരു പ്രാർത്ഥന, വേറൊരു പ്രാർത്ഥന എഴുതിയിട്ടില്ല. പള്ളി പുതുക്കി പണിയുന്നു അങ്ങനൊരു ചിന്തയില്ല. വേസ്റ്റൊന്നും ഇടാനുള്ള സാധ്യതയില്ല. പള്ളി കുർബാന വേറൊരു ലാറ്റിൻ പള്ളിയിലേക്ക് മാറ്റി, പിന്നെ പള്ളിക്ക് അടിയിൽ അവിടെ വേസ്റ്റൊക്കെ സൂക്ഷിക്കുന്നു. പള്ളി കുർബാനയൊക്കെ കൂടെ നിർത്തി കുറച്ച് നാളത്തേക്ക്. അങ്ങനെ മെയ് മാസം 10-ാം തീയതി ഞങ്ങൾ അതിനടുത്തുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾ വെഞ്ചരിപ്പ് തീരുമാനിച്ചു. പിതാവിൻ്റെ ഡേറ്റൊക്കെ ബുക്ക് ചെയ്തു, കാര്യങ്ങളൊക്കെ. കാരണം ഇനി ചരിത്രം തിരുത്തിക്കൊണ്ട് അവിടെ വലിയൊരു സംഭവം നടക്കുകയെ. ആ സമയത്ത് അപ്പോൾ ഇനി ഷീറ്റ് വർക്ക്, ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ് ഇനി ഡ്രസ്സ് വർക്കാണ്. അപ്പോൾ അവിടെ പറയും ആ സമയത്ത് വലിയൊരു അത്ഭുതം അവിടെ നടന്നത്. മഴ സാധാരണ കേരളത്തിലൊക്കെ പെയ്ത് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതാണ്. കേരളത്തിലൊക്കെ പെയ്ത് കഴിഞ്ഞ് പയ്യെ തീരത്തോടെ അങ്ങ് ബോംബെയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഈ മഴ തുടങ്ങി. ഞാൻ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്. അവിടെ നിന്ന് ബൈക്കിന് ഇവിടെ വരും. അപ്പോൾ ഞാൻ ഈ പണി നടക്കുന്ന സമയത്തൊക്കെ വണ്ടിയിൽ മഴ നനഞ്ഞ് വരും. അപ്പോൾ ഈ പള്ളിക്ക് ചുറ്റും 2 കിലോമീറ്റർ ചുറ്റ് എന്ന് പറഞ്ഞാൽ റൗണ്ട് അടിച്ച് മഴയില്ല. അവർ സാക്ഷ്യപ്പെടുത്തി, അച്ഛൻ ഭയങ്കര അത്ഭുതമാണ്. അവന് ഭയങ്കര അത്ഭുതം. നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ മഴ പെയ്ത് ഈ പള്ളിയുടെ മുകളിലേക്ക് വീണ് കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ്, കാരണം ഒരു ചെറിയൊരു തട്ട് മാത്രമേ ഉള്ളൂ, ഇതെല്ലാം താഴേക്ക് വീണ് പള്ളി മുഴുവൻ നശിച്ചു. തിരുവസ്തുക്കളൊക്കെ അകത്തിരിപ്പുണ്ട്, പുസ്തകങ്ങളൊക്കെയുണ്ട്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് സൂക്ഷിച്ചിരിക്കും. പള്ളിയുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ ബെഞ്ച് ഷീറ്റ് കയറുന്നതിൻ്റെ തലേ ദിവസം, അന്ന് പിറ്റേ ദിവസം രാവിലെ ഷീറ്റ് കയറുകയും തലേ ദിവസം അത്രയും ദിവസം പെയ്തുകൊണ്ടിരുന്ന മുഴുവൻ മഴയും ഈ പള്ളിക്ക് മേളിലേക്കായി. ഇത് അത്ഭുതമാണോ സങ്കടമാണോ? 3 അത്ഭുതങ്ങൾ അന്ന് രാത്രിയിൽ സംഭവിക്കുക. 1, അവിടെ പള്ളി ഇടിഞ്ഞു വീണു. 4 ഭിത്തികൾ മാത്രമായി. രാവിലെ നോക്കുമ്പോൾ ആദ്യത്തെ അത്ഭുതം അവിടെ നടന്നത്, 18 വർഷമായിട്ട് എതിര് നിന്നിരുന്നവർ ആ പള്ളിയിലേക്ക് രാത്രി വരുമ്പോൾ മുട്ടറ്റം വെള്ളമുണ്ട്, ചെറിയ കുഴിയാണ്, ഒരു പന്നിക്കുഴിയാണ്. ആ പന്നിക്കുഴി സ്ഥലത്താണ് ഈ പള്ളി ഇരിക്കുന്നത്. ഈ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഈ പള്ളി ഇവിടെ വേണം, ഇനി ഞങ്ങളുണ്ട് കൂടെ. സ്നേഹമുള്ളവരെ, രാത്രി ആരാധനകൾ ഞങ്ങൾ നടത്തും. കഥയൊക്കെ അടച്ച്, ജനലടച്ച്, ഒരു ശബ്ദം പോലും പുറത്തു പോകാതെ ചെറിയ സൗണ്ടിൽ, ചെവിയിൽ കേൾക്കാവുന്ന സൗണ്ട്, ഒരാൾക്ക് അടുത്തിരിക്കുന്ന സൗണ്ട് കേൾക്കാവുന്നതിൽ കൊന്തകൾ ചെല്ലി ചെല്ലി ഈ ജോലി കഴിഞ്ഞ് ഈ പാവങ്ങൾ വന്ന് മുട്ടുമേ നിന്ന് ഉറങ്ങാതെ നിന്ന് അവിടെ നിന്ന് ആരാധന നടത്തി വെളുപ്പിന് 6 മണിക്ക് കുർബാനയും കഴിഞ്ഞ് പോയിട്ട് പിന്നെയും ജോലിക്ക് പോകുന്നവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന്. അവർക്ക് ആദ്യത്തെ അത്ഭുതമാണ്. ഇന്നും ആ ദേവാലയത്തിൻ്റെ താക്കോല് സൂക്ഷിക്കുന്ന ഏറ്റവും എതിര് നിന്ന് ഈ വേസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആ വീട്ടിലാണ്. അതിന് 2 മാസം മുന്നേ ഒരു കള്ളം കയറി. ഞാനവിടെ ഉണ്ടായിരുന്നപ്പോൾ സ്വർണം കൊണ്ടുപോയി, പണം കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി. അവർ പറയുക വെളുപ്പിന് തൊട്ടപ്പുറത്തെ വീടാ, 3 മണിക്ക് കണ്ടതാ അച്ഛാ, 3 മണിക്ക് കണ്ടതാ കള്ളം കയറുന്നത്. വരി വരിയായിട്ട് കയറി എല്ലാം തല്ലിപ്പൊട്ടിക്കുന്ന എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ ഞങ്ങൾക്കന്ന് വെറുപ്പാ, വൈരാഗ്യമായി. അവരാദ്യത്തെ അത്ഭുതം, തിരുവസ്തുക്കളൊക്കെ അവരുടെ ചെറിയ ചെറിയ മുറികളാണ്, അവിടേക്ക് എടുത്തുകൊണ്ട് പോകുന്നു, എല്ലാം കൊണ്ട് വെക്കുന്നു. 2ാമത്തെ അത്ഭുതം, പിറ്റേ ദിവസം ഞാൻ കസേര കെട്ടി വഴി റോഡിലിരിക്കുമ്പോൾ അവിടെ നടക്കുന്നത് സങ്കടപ്പെടുത്തുകയാണ്. കാരണം 4 ഭിത്തികൾ മാത്രം. തിരിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടിരുന്ന് അവിടെ നിന്ന് കരയുകയാണ്. അപ്പോഴൊരു ഫോൺ വിളിക്കുകയാണ്, അച്ഛാ
പാരിഷ് കൗൺസിൽ കൂടാം, നമുക്ക് പള്ളി ഇവിടെ തന്നെ പണിയണം, എല്ലാവരും പൈസ തരുവച്ച നമുക്ക് പള്ളി ഇവിടെ വേണം. സ്നേഹമുള്ളവരെ, മുനിസിപ്പാലിറ്റിയിലേക്ക് ചെന്നു ഒരു കല്ലെടുത്ത് മാറ്റണമെങ്കിൽ ലക്ഷങ്ങൾ കൈക്കൂലി വേണം. അതും നമ്മളുമായിട്ട് എതിര് നിൽക്കുന്നവരാണ് അവിടെ നല്ല ശതമാനം ആൾക്കാരും. അവർ ഇതുമായിട്ട് അടുക്കില്ല. അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ കൈക്കൂലി വേണം. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. അപ്പോൾ ഏറ്റവും എതിര് നിൽക്കുന്നൊരു മനുഷ്യൻ, മെയിൻ ആള് അതിലേക്ക് കയറി വരിക. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അതിൻ്റെ പുറത്ത് കസേരയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഫാദർ വാ, ഞാനുണ്ട് കൂടെ, ആ പള്ളി അവിടെ തന്നെ പണിയും. ദിവ്യകാരുണ്യത്തിൻ്റെ രണ്ടാമത്തെ അത്ഭുതമാണ് ഒരൊറ്റ കൈക്കൂലി കൊടുക്കാതെ ഒരു ദേവാലയം പൊങ്ങുകയെ. സ്നേഹമുള്ളവരെ, ആ ജനം എങ്ങനെയാണ് പ്രാർത്ഥിച്ചെന്നറിയേണ്ടത്? ഈ ദേവാലയത്തിൽ തന്നെ, ഇടിഞ്ഞു പൊളിഞ്ഞ 4 ഭിത്തിക്കുള്ളിൽ തന്നെ അവിടെ ബലിയർപ്പണം ആരംഭിച്ചു. എല്ലാ ദിവസവും പണി കഴിഞ്ഞു പോകുമ്പോൾ ഇടവക ജനം വന്നിട്ട് കഴുകി വൃത്തിയാക്കും, ബലിപീഠം കഴുകി തുടച്ചു വെക്കും. എന്നിട്ട് പ്രഭാതത്തിൽ 6 മണിക്ക് ബലി ആരംഭിക്കും. ആ ചെളിക്കുണ്ടിൽ നിന്നുകൊണ്ട് ഈ ജനം കരഞ്ഞു നിന്ന് കണ്ണുനീരോടെ ബലി അർപ്പിച്ചു, പ്രാർത്ഥിച്ചു, മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. വേറൊരു പ്രാർത്ഥനയും എഴുതിയിട്ടില്ല. അവരൊന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അവരെ ഉയർത്തി. മൂന്നാമത്തെ അത്ഭുതം നടന്നത്, അവിടെ ഒരൊറ്റ പൈസ പോലും കടമില്ലാതെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ, ഇത് തുടങ്ങുമ്പോൾ 4 ഭിത്തിയായിട്ട് നിൽക്കുമ്പോൾ അക്കൗണ്ട് ശൂന്യമാണ്. പക്ഷേ 64 ലക്ഷം രൂപയ്ക്ക് 14 അടി പൊക്കത്തിൽ, അതിൻ്റെ അത്രയും പോകത്തില്ല, പക്ഷെ ആ 14 അടി പൊക്കത്തിൽ അവിടെ ഒരു ദേവാലയം പൊങ്ങുകയും അതിൽ 10 ലക്ഷം രൂപ എക്സ്ട്രാ വന്ന് കടം തീർക്കുകയും ചെയ്യും. തിബേരിയാസ് കടപ്പുറത്തുണ്ടായ അനുഭവമാണ്. കരഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് കുറ്റപ്പെടുത്തിയില്ല. നിന്നെ 3 വർഷം ഞാൻ പഠിപ്പിച്ചതല്ലടാ, നിന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു, അത്ഭുതങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചില്ലേ, രോഗികളെ സുഖപ്പെടുത്താൻ പഠിപ്പിച്ചില്ലേ, പിശാചുക്കളെ ഒഴിപ്പിക്കാൻ പഠിപ്പിച്ചില്ലേ, നിന്റെ കുടുംബത്തിൽ ഈ അനുഗ്രഹം തന്നില്ലേ, കുറ്റപ്പെടുത്തിയില്ല. കുഞ്ഞു മക്കളെ എന്ന് വിളിക്കുന്നത്, അപ്പൻ മക്കളെ ഈ ബലിക്കൽ എന്ന് വിളിക്കുന്ന ഒരു ഒറ്റ പേരാ. മോനെ, മോളെ, എന്താ നിന്റെ ദുഃഖം? നിന്റെ കയ്യിൽ അവർ ചെയ്യുന്ന അതേ പ്രവൃത്തിയിലൂടെ ചോദിക്കുകയാ, നിന്റെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ കയ്യിൽ മീനില്ല. എങ്കിലും വള്ളത്തിൻ്റെ വലതുവശത്തേക്കിടെ. നീ ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ? പഠിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടോ? ജോലി കിട്ടിയില്ലേ? എങ്കിലും വള്ളത്തിന്റെ വലതുവശത്തേക്ക് വലയിടെ. ഈ വള്ളത്തിന്റെ വലതുവശം എന്നുള്ളത് ഈ ബലിക്കല്ല. ഈ ബലിക്കലിൽ 1-ാം സ്ഥാനം കൊടുക്ക്. ഇത് 1-ാം സ്ഥാനമാകണം. ഇത് 1-ാം സ്ഥാനമാകാത്തിടത്തോളം കാലം നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ പറയുന്ന തടസ്സങ്ങളും ബന്ധനങ്ങളും എന്നൊക്കെ പറയും. കാരണം ഞാൻ 1-ാമതായിട്ട് നിന്നാൽ ഇത് 2-ാമതാകും. ഈ ഞാൻ 1-ാമതായിട്ട് നിന്നാൽ എൻ്റെ ഹൃദയത്തിന് പ്രാധാന്യമില്ല. ഈ ബലിക്കലിന്റെ ഹൃദയത്തിന് പ്രാധാന്യം പോകും. അത് കടമയ്ക്കായിട്ട്, പ്രാർത്ഥനയായിട്ട്, ആചാരമായിട്ട്, ഉത്തരവാദിത്തമായിട്ടൊക്കെ ഞായറാഴ്ചകള് അങ്ങ് പോകും. അതൊരു അർപ്പണമായിട്ടോ ബലി അർപ്പണമായിട്ട് വരുന്നില്ല. അതെല്ലാ വർഷം നടക്കുന്ന പോലെ ഒരു ക്രിസ്മസ് നടന്നു പോകും. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു. എൻ്റെ സത്രത്തിന്റെ മുമ്പിൽ ഈശോ കൊട്ടിയോ? ഞാനൊന്ന് ജനിച്ചോട്ടെ, അതോ ഇന്നും എൻ്റെ വീട്ടിലെ പുൽക്കൂട്ടിലാണോ ഈശോ ജനിച്ചത്? ഇന്നും എല്ലാ കുർബാനയിലും അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി പാടുന്നുണ്ട്. അതെന്റെ ഹൃദയത്തിന്റെ മുമ്പിലാണോ?
എന്റെ ഹൃദയത്തിൽ അവൻ ജനിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വേണ്ട പകയും വിദ്വേഷവും വെറുപ്പും ഞാനെന്ന ഭാവവും ക്ഷമിക്കാൻ പറ്റാത്ത മേഖലയും നിരാശയും ആത്മഹത്യ പ്രവണതയും അസ്വസ്ഥതകളും ജഡിക വികാരങ്ങളും ഒക്കെ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ എന്റെ സത്രം കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുക. പ്രാധാന്യം വസ്തുക്കൾക്കും വ്യക്തികൾക്കും പണത്തിനും സുഖത്തിനും സൗകര്യങ്ങൾക്കും ഒക്കെ പോയി കഴിയുമ്പോൾ ഇവിടെ ജനിക്കത്തില്ല. ജനിക്കുന്നത് ഇന്നും പുറത്തായിരിക്കും, പുൽക്കൂട്ടിലായിരിക്കും. ക്രിസ്തു ജനിക്കേണ്ടത് എന്റെ ഹൃദയത്തിലാ. കുർബാന തുടങ്ങേണ്ടത് എന്റെ ഹൃദയത്തിലാ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ചാട്ടവാറെടുത്ത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് നമ്മൾ കാണുന്നത് ദേവാലയത്തിലേക്ക് പോകുന്നു. അത് മനോഹരമായ സംഭവമാ. 10-ാം അധ്യായത്തില് അവൻ നോക്കുകയാ, അത്തിവൃക്ഷത്തിന്റെ അടുത്തേക്ക് നോക്ക്, എന്തെങ്കിലും ഫലമുണ്ടാകാം. മണിമല ഇടവകയിലെ ഹോളിമാഗി പള്ളിയിലേക്ക് വരുമ്പോൾ ഇടവക ജനത്തിന്റെ ഹൃദയത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് നോക്കുന്നത്, ഞാൻ വലിയ ആളായിരിക്കാം, കൊടുക്കുന്നുണ്ടായിരിക്കാം, കൊടുക്കുന്നില്ലായിരിക്കാം, പള്ളി വരുന്നുണ്ടാകാം, പള്ളി വരുന്നില്ല, പക്ഷേ പരിശുദ്ധ കുർബാന സ്വീകരിച്ചൊരു ഹൃദയമാണെങ്കിൽ എന്റെ ഹൃദയത്തിന്റെ മുമ്പിൽ അവൻ വന്ന് നോക്കുന്നുണ്ട്. ഞാനാകുന്ന അത്തിമരത്തിലേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഫലമുണ്ടാകാമെന്ന് നോക്കിയിട്ട് അവൻ ചോദിക്കും, അത് ഫലമുണ്ടോ? കാരണം അവന് വേണ്ടിയിട്ട് ബലിക്കലിൽ കിടന്ന് പിടഞ്ഞു മരിച്ച അപ്പമായിട്ട് അവന്റെ ഹൃദയത്തിൽ വസിക്കുന്നതാ. അവന്റെ അപ്പൻ, നമ്മുടെ അപ്പൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വളരാൻ, ബിസിനസ്സിൽ വളരാൻ, പഠിച്ച് വലിയ ആളാകാൻ, ജോലി നേടാൻ, സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും കഴിവുകളിലുമൊക്കെ വളരാൻ വേണ്ടിയിട്ട്, ഈ ബലിക്കലിൽ കിടന്ന് പിടഞ്ഞു മരിച്ച് ഹൃദയത്തിൽ വസിക്കാൻ വേണ്ടിയിട്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തോട് ദൈവം വിളിച്ചു പറഞ്ഞൊരു കാര്യമില്ല, ഈശോയെ സ്നേഹിക്കണം, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം. കുർബാന അത്ഭുതത്തിന്റെ വേദിയ. ഞാൻ അവിടുന്ന് ആ മാസം സ്ഥലം മാറി പോകാനിരുന്ന ആള് പിന്നെ 6 മാസം എടുക്കുക. 6 മാസം കൊണ്ട് അതിനിടയ്ക്ക് ഉദ്യോഗസ്ഥർ വന്നു. ദേവാലയത്തിൻ്റെ പണി കഴിഞ്ഞ് വെഞ്ചരിപ്പിൻ്റെ ദിവസം 2 ഉദ്യോഗസ്ഥർ വരികയാ. അവർ വന്ന് എല്ലാവരും ജനം കൂടെ സാക്ഷി നിർത്തി പറയുകയാ, അതെ ഞങ്ങൾ 3 പ്രാവശ്യം 2-3 പ്രാവശ്യം ഇതിലേ വന്നു. തൊട്ടടുത്ത് താമസിക്കുന്നവരാ. പലരോടും വന്ന് ചോദിച്ചു, ഇവിടെ ഒരു പള്ളി പണിയുന്നുണ്ടല്ലോ, എവിടെയാ? കാരണം അവർക്ക് നോട്ടീസ് ഒട്ടിക്കണം, അവർക്ക് കിമ്പളം വേണം. അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാ, ഈ വന്ന പ്രാവശ്യമെല്ലാം കണ്ണ് അന്ധമായി പോയി. ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നവർ ഇതിലെ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്, പക്ഷെ ഈ വഴി പലപ്പോഴും ഞങ്ങൾക്ക് പിടികിട്ടിയില്ല. തൊട്ടടുത്ത കടയിലൊക്കെ ഒന്ന് ചോദിച്ചു, ഇവിടെ ഒരു പള്ളി പണിയുന്നില്ല. അവർ ഇവിടെ ഒരു പള്ളി പണിയുന്നില്ല, അറിയത്തില്ല. ഇത് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതമല്ല എന്ന ജനം കണ്ണുനീരോടുകൂടി ആ ബലിക്കലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാ, ദൈവമേ ഞങ്ങൾക്കൊരു ദേവാലയം തരണം ബലി അർപ്പിക്കാൻ. അതുകൊണ്ട് അവിടെ ആ ദേവാലയം മുങ്ങിക്കഴിഞ്ഞൊരു ഉടനെ തന്നെ ഒരു അത്ഭുതങ്ങൾ നടക്കുകയാ. ആ ദേവാലയത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, 4 പിള്ളേര്. ആ മനുഷ്യൻ പറയുകയാ, ഒരു ദിവസം ഒരു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ പെട്ടെന്ന് ദേവാലയത്തിൽ സ്കൂളിൽ വെച്ച് തലകറങ്ങി വീഴുന്നു. തൊട്ടടുത്തുള്ള ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ചെക്ക് ചെയ്യുമ്പോൾ MRI എടുത്തു, CT സ്കാൻ എടുത്തു, തലയിൽ ട്യൂമർ. എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ദേവാലയമില്ലേ, വിശുദ്ധ കുർബാന അർപ്പിക്കേ, അത്ഭുതത്തിൻ്റെ വേദിയ. അതുങ്ങൾ വിശ്വസിച്ചു. അവർ കുർബാന അർപ്പണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. നീണ്ട 2 ആഴ്ചകൾക്ക് ശേഷം അടുത്തുള്ള വീണ്ടും സെക്കൻഡ് ഒപ്പീനിയനായിട്ട് ഹീരാനന്ദനി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവർ MRI എടുക്കുമ്പോൾ തലയിൽ അങ്ങനെ ഒരു ട്യൂമറില്ല. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന എനിക്ക് വേണ്ടിയിട്ട് പെടഞ്ഞു മരിച്ചതാ. അത് എന്നെ സുഖപ്പെടുത്താനല്ലെങ്കിൽ, എൻ്റെ കാര്യം നടത്തി തരാനല്ലെങ്കിൽ, പിന്നെ അതുകൊണ്ട് എൻ്റെ അർത്ഥം എന്നതാ? വെറും പാഴ്, സമയം കളയുക, ഒരു നാടകം. അതല്ല പരിശുദ്ധ കുർബാന. കുർബാനയെ ഞാൻ വിലയുള്ള അപ്പമായിട്ട് കാണണം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ കുർബാനയെ പറ്റി പറയുന്നത് എന്നതാണ്? ജനം ഓടി നടന്ന് ശേഖരിക്കുകയാ. അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഓടി നടന്ന് ശേഖരിക്കേണ്ട, എല്ലാ ദിവസവും ഈ തന്നേക്കാം മന്ന. ഈ മന്ന എന്നതാ? ജ്ഞാനത്തിന്റെ പുസ്തകം 16:21 പറയുന്നുണ്ട്, മന്ന എന്നുള്ളത് ദൈവദൂതന്മാരുടെ അപ്പമാ.
ദൈവദൂതന്മാരുടെ അപ്പമാണ് മന്ന. ഈ മന്ന നിങ്ങൾക്ക് എന്നും കിട്ടും. ഈ മന്നയെ പറ്റി ഒരു ടേസ്റ്റ് നമ്മുടെ ആദ്യ കുർബാനയെ പറ്റി ഒന്ന് ഓർത്തേ. ഞാനും നിങ്ങളും, ഈ പുരോഹിതനായ ഞാനും നിങ്ങൾ ഓരോരുത്തരും ഓർത്തേ, നമ്മുടെ ആദ്യ കുർബാന എത്ര ഒരുക്കത്തോടെ, എത്ര തീഷ്ണതയോടെ, എത്ര ഭക്തിയോടെ, എത്ര വിശ്വാസത്തോടു കൂടിയാ നമ്മൾ കുർബാന സ്വീകരിച്ചിട്ടുള്ളത്. ആ കുർബാനയെ പറ്റി നമ്മൾ എന്നതാ പറയുന്നത്? കുർബാനയെ പറ്റി, ഈ മന്നയെ പറ്റി ഇവര് പറയുന്നത് എന്നറിയാവോ? തേൻ പോലെ മധുരിക്കുന്നു. തേൻ പോലെ മധുരിക്കുന്നതാണ് ഈ പരിശുദ്ധ കുർബാന. അതെ, നമ്മളും ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ചപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ പറഞ്ഞു വെച്ചത് പരിശുദ്ധ കുർബാന തേൻ പോലെ മധുരിക്കുന്ന ഒന്നാണ്. ഇഷ്ടമാ? ഞാൻ ഇന്നും കുട്ടികളോട് ചോദിക്കാറുണ്ട്, മക്കളെ കുർബാന സ്വീകരിച്ചിട്ട് സന്തോഷമാണോ? സന്തോഷമാ, ഒത്തിരി ആനന്ദമാ. അതുകൊണ്ട് എല്ലാ ദിവസവും മക്കൾ എഴുന്നേറ്റ് പോകും. ഞാനൊരു കുട്ടനാട്ടുകാരനാ. 2 കിലോമീറ്റർ ദേവാലയത്തിലേക്ക് പോകണം. അത് എത്ര താമസിച്ചാലും അൾത്താരപാലനാകണം. അല്ലെങ്കിൽ ആ കുർബാനയെ ഒരു താല്പര്യം ആ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അത് 7 മണിക്കത്തെ കുർബാനയാണെങ്കിലും 6:45 എഴുന്നേറ്റാണെങ്കിലും ഓടും. പക്ഷേ ഈ കുർബാനയുടെ ടേസ്റ്റ് എനിക്ക് അന്ന് ആദ്യ കുർബാനയ്ക്ക് സ്വീകരിച്ച ടേസ്റ്റ് ഇന്നുണ്ടോ? ഇന്ന് വലിയ ടേസ്റ്റൊന്നുമില്ല, പിന്നെ വന്നങ്ങ് പോവുക, നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ആ കുർബാന അർപ്പിക്കുമ്പോൾ എങ്ങനെയുണ്ട്? വലിയ മെച്ചമൊന്നുമില്ല. പാട്ട് കൊള്ളില്ല, പ്രസംഗം കൊള്ളില്ല, രസമില്ലായിരുന്നു, പ്രാർത്ഥനകളൊന്നും രസമില്ല. ഇതും ഇസ്രായേൽ ജനം പറഞ്ഞു വെച്ചു. ഈ കുർബാനയെപ്പറ്റി അവരോടും ചോദിച്ചു, മക്കളെ നിങ്ങളുടെ കുർബാന എങ്ങനെയുണ്ടായിരുന്നു? സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയുക, ആരാ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? നോക്കണം, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇസ്രായേലിലൊക്കെ പോയിട്ടുണ്ട്, മനസ്സിലാകും. സിയോൻ മരുഭൂമിയുടെ ഒരു യാത്രയുണ്ട്. ഒരൊറ്റ ചെറിയൊരു മരം പോലും കാണാനില്ല, ഒരു ചെറിയ ചെടി പോലുമില്ല. അതുപോലെ വെളും പ്രദേശം, ചൂട്. ഈ മരുഭൂമിയുടെ യാത്ര ചെയ്യുമ്പോൾ 40 വർഷം നടക്കുകയാണ്. നടന്ന് ഈ ജനം മുട്ടി മടുത്തു, മരിച്ചു വീഴുന്നു, ദാഹിക്കുന്നു. മന്ന കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു, ജലം കൊടുത്തു. പക്ഷേ ഈ പരിശുദ്ധ കുർബാന കുറേ വർഷമായിട്ട് അർപ്പിച്ചു. എൻ്റെ വീട്ടിൽ ഇന്നും ദുരിതങ്ങളാണ്, മരണം. എൻ്റെ വീട്ടിൽ ദുരിതങ്ങളാണ്, പ്രശ്നങ്ങൾ. എൻ്റെ വീട്ടിൽ സങ്കടങ്ങളാണ്, ജോലി കടബാധ്യതകൾ, ഒന്നും ശരിയാകുന്നില്ല, ഒന്നും നേരെയാകുന്നില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം കയറി തകർത്തുകൊണ്ടിരിക്കുക. അച്ഛാ ഒന്നും ശരിയാകുന്നില്ല അച്ഛാ. മടുത്തി കുർബാനയ്ക്ക് വന്നിട്ട് എന്നതാ കിട്ടുന്നത്? ആരാ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? ഒരാൾ പറഞ്ഞു, ഇതേ കാനാനിലേക്ക് കൊണ്ടുപോവുക, തേനും പാലും ഒഴുകും ദേശത്തെന്ന് പറഞ്ഞിട്ട്. ഇത് മോഹിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, 40 വർഷത്തോളമായി. ഞങ്ങളുടെ ജീവിതം ഇത് തന്നെയാണ്. ഹോളിമാക്കി ദേവാലയത്തിൽ വന്നിട്ട് ഇവിടെ നിന്ന് ബലിയർപ്പിച്ചിട്ട് ഇതൊക്കെ തന്നെ അവസ്ഥ. എല്ലാ ദിവസവും ഒന്ന് ബലിയർപ്പിക്കുന്നുണ്ട്, എന്നിട്ടും ഒരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിലല്ലോ വെച്ചാൽ അല്ലേ? വചനം പറയുന്നതാണ്, ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചുവന്നുള്ളി, വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു. ഈ മന്നയല്ലാതെ മറ്റൊന്നും കാണാനില്ല. ഈ കുർബാനയ്ക്ക് വന്നിട്ട് എന്നാ കിട്ടുന്നത്? ഒരു സർവാധീപനം പാടിയാൽ, ഒരു അന്നാപസക പാടിയാൽ, ഒരു പരിഭാവനം പാടിയാൽ, ഒരു ഒന്നാഴ്ചറി പാടിയാൽ, ഒരു സ്വർഗസ്ഥന പ്രാർത്ഥന, എന്നാ കിട്ടാനാ? ഞങ്ങളുടെ പ്രാണൻ പോവുക. ഇതിനും ഭേദം ജോലി അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടും ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക. ഇതിനും ഭേദം അവിടെ കിട്ടും. അവിടെ ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന, ഈജിപ്തിൽ അടിമത്തം കഷ്ടപ്പെട്ട് ഒരു ഇഷ്ടിക ഇടുന്നിടത്ത് 2 ഇഷ്ടികയാക്കി ഫറവോ. ഒരു ഇഷ്ടിക എടുത്തുകൊണ്ടിരുന്നിടത്ത് 2 ഇഷ്ടികയാക്കി. നമ്മുടെ ചെറിയ ഇഷ്ടികകളൊന്നും അല്ല കേട്ടോ, വലിയ കല്ലുകളാ. അതെടുത്ത് തലയെ വെച്ചുകൊണ്ട് നടക്കുകയാ. ഇതിലും ഭേദം ഈ അസ്വസ്ഥതകളും ഈ വീഴ്ചകളും ഈ ലോകവും ഈ ജഡികതയും ഈ സങ്കടങ്ങളും ഈ രാഷ്ട്രീയവും ഈ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങ് പോകാം എന്ന് ഇവിടെ പറയുക. ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന സുഖങ്ങള്, അടിമത്തത്തിന്റെ സുഖം, ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു. ഈ പള്ളി വന്ന് കുർബാന അർപ്പിച്ചിട്ട് എന്തിനാ കുർബാനയ്ക്ക് വരുന്നത്? എന്താ ഈ കൊറോണ മാറാത്തത്? എന്താ ഈ കോവിഡ് കാലഘട്ടത്തിൽ ദൈവം ഞങ്ങളെ മറന്നോ? ഇന്നത്തെ ചോദ്യം അതാ. ഇന്നത്തെ വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങളത്. ദൈവം എന്തേ ഇടപെടാത്തത്? സ്നേഹമുള്ളവരെ, ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് മാറ്റിവെച്ചിട്ട് ചിന്തിച്ചേ. ഞാൻ ഈ വിശുദ്ധ കുർബാനയിൽ
ദൈവിക രഹസ്യങ്ങൾ നമുക്ക് എത്ര പേർക്ക് കാണാൻ പറ്റുന്നു? അയ്യോ, ഞങ്ങളൊക്കെ പാപങ്ങളാ, ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ. സ്നേഹമുള്ളവരെ, അത് പറയരുത്. അൽഫോൻസാമ സ്വീകരിച്ച അതേ കുർബാനയാ ഞാനും നിങ്ങളുമൊക്കെ സ്വീകരിക്കുന്നത്, അല്ലേ? ഒരു വ്യത്യാസം വല്ലതും ഉണ്ടോ? പിന്നെ എൻ്റെ ഉള്ളൊരു ശക്തി അനുഭവിക്കാൻ പറ്റാത്തത്? 5 കാര്യങ്ങൾ വേണം. 5 കാര്യങ്ങൾ. ഈ ജനത്തിന് നഷ്ടപ്പെട്ടതും അതാ, എളിമപ്പെടണം. ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. ഈശോ പറയുന്നതിന് തിരുഹിതത്തിന് പ്രാധാന്യം. ഈശോയുടെ മനോഭാവത്തോട് ചേരാൻ വേണ്ടി, ആ മനോഭാവത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുർബാന എന്നെ പഠിപ്പിക്കുന്നത് ഈശോയുടെ അതേ ജീവിതം, ഈശോയുടെ അതേ ജീവിതം, ഈശോയുടെ എളിമ, ഈശോയുടെ സ്നേഹം, ഈശോയുടെ വിശ്വാസം. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം. ഈശോ എളിമപ്പെട്ടു പിതാവിന്റെ മുമ്പിൽ, പിതാവിന്റെ തിരുഹിതത്തിന് മുമ്പിൽ. അപ്പം പറഞ്ഞു, മോനെ പോയി മരിക്കാം, ഞാൻ റെഡി. ഈജിപ്തിൽ വെറുതെ കിട്ടിരുന്ന വെള്ളരിക്ക ലോകത്തിലെ വ്യക്തികൾ, സാധനങ്ങൾ കിട്ടുന്ന അതും ഇതിലേക്കൊന്നും ഓടിപ്പോയില്ല. കാരണം അതൊക്കെ നൈമിഷികമായ സുഖങ്ങളാ. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞു പറിക്കുന്നത്, ഇപ്രകാരം പറയുന്നത്, ജഡികത നിങ്ങളെ ജഡമോഹങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്തരുത്. ഇനി തൃപ്തിപ്പെടുത്തുന്നിതാ, ജഡമോഹങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ കുർബാനയേക്കാളും തൃപ്തി കിട്ടുന്നത് ഇന്ന് ജഡമോഹങ്ങൾക്കാ. വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്വാന്തനം, ആ ഒരു ആശ്വാസം, വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം, അതിന് പ്രാധാന്യം കൊടുക്കുക. അത് സ്വത്താകാം, പണമാകാം, സ്ഥാനമാനങ്ങളാകാം, ആഗ്രഹങ്ങളാകാം. ഇന്ന് കുർബാനയ്ക്ക് വില പോയി. ശരിക്കും ഇന്ന് കുർബാനയ്ക്ക് വില പോകുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം വിലയുണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക്. ഇവിടെ പറഞ്ഞു വെക്കുന്നതാണ്, ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു. കാരണം ഞങ്ങൾക്കിതിനേക്കാളും പ്രാധാന്യം ഒരിപ്പോൾ നൈമിഷികമായ സുഖം. അവർ പറഞ്ഞു, വീണ്ടും മന്നയെപ്പറ്റി പറയുക, ജനം ചുറ്റി നടന്നത് ശേഖരിച്ചു. അതിന് ടേസ്റ്റിന് തേൻ ചേർത്ത അപ്പത്തിൽ നിന്ന് അതിന് ടേസ്റ്റ് മാറിയത് എണ്ണ ചേർത്ത അപ്പത്തിൻ്റെ രുചിയിലേക്ക് അത് മാറ്റപ്പെട്ടു എന്ന്. എണ്ണ ചേർത്ത അപ്പത്തിൻ്റെ രുചി. വില പോയി, പ്രാധാന്യം പോയി. വീണ്ടും സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 5-ാം വാക്യം പറയുകയാണ്, ദൈവത്തിനും മോശയ്ക്കുമെതിരെ സംസാരിച്ചു. സംസാരം തുടങ്ങും. പിന്നെ കുർബാന അനുഭവമല്ലാതെ വരുമ്പോൾ നമുക്ക് സ്വരങ്ങൾ ചേരത്തില്ല. കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും മാതാപിതാക്കളും, സമൂഹത്തിൽ അയൽവക്കത്തേക്ക് ബന്ധുക്കളും സഭയിലേക്കും ഇതൊക്കെ സ്വരച്ചേർച്ചകൾ ഉണ്ടാകും. ബന്ധങ്ങൾ നഷ്ടപ്പെടും. അവിടെ ദൈവത്തിനും മോശയ്ക്കുമെതിരെ അവർ സംസാരിച്ചു. വീണ്ടും പറയുന്നത്, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന എന്തിനാ? ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന എന്താ? സ്വരച്ചേർച്ചകളാ, കുറ്റപ്പെടുത്തലുകളാ. ഇന്ന് വഴക്കുകളും പ്രശ്നങ്ങളുമാ. കുർബാനയ്ക്ക് വില പോയി. ഇവിടെ പറയുകയാണ്, ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ മന്ന ടേസ്റ്റ് ഇല്ല. വീണ്ടും പറയുകയാണ്, വിലകെട്ട അപ്പം തിന്ന് മടുത്തു. എന്റെ അപ്പന്റെ ബലിക്കല്ല് ഇന്ന് വിലകെട്ട അപ്പത്തിന് തുല്യമായി. എന്റെ അപ്പന്റെ ബലിക്കല്ല് ഇന്ന് വിലകെട്ട അപ്പത്തിന് തുല്യമാ. സ്നേഹമുള്ളവരെ, എൻ്റെ അപ്പൻ വിലയില്ലാത്തവനായി മാറ്റപ്പെട്ടു. ഇത് തന്നെയല്ലേ പണ്ടും സംഭവിച്ചത്? സ്വന്തം മക്കള് വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ട് അന്നാസിൻ്റെ ഭവനത്തിൽ അത് എമറിക്ക് എന്ന സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഇപ്രകാരം, വാഴ്ത്തപ്പെട്ടവളായ എമറിക്കിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈശോയെ അന്നാസിൻ്റെ ഭവനത്തിൽ ഇന്നും പോകുമ്പോൾ അന്നാസിൻ്റെ ഭവനത്തിൽ അങ്ങനെ ഒരു കുഴി കാണാൻ പറ്റും. പ്രധാനപ്പെട്ട കുറ്റവാളികളെ കെട്ടിത്തൂക്കി അതിനകത്ത് ഒരു മനുഷ്യനെ തന്നെ കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്നൊരു കുഴി, അതിനകത്തൊരു കുഴൽ, അതിനകത്ത് കെട്ടിത്തൂക്കിയിട്ട് ക്ഷുദ്രജീവികളാണ്, വിഷജീവികൾ അതിനകത്ത് കിടക്കുകയാണ്, കെട്ടിത്തൂക്കി കിടക്കുന്നു. അതിനകത്ത് എന്നിട്ട് അടിച്ച് അവശനാക്കി മുറിപ്പാടുകളെ ആ ശരീരത്തിലേക്ക് ഒരു ബക്കറ്റ് വിനാഗിരി നിറച്ച് ഒഴിച്ച് അവനെ വേദനിപ്പിച്ച രാത്രിയിൽ ഒരു രാത്രി മുഴുവൻ ഈ അന്നാസിൻ്റെ
പ്രധാനപ്പെട്ട കുറ്റവാളികളെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് അവനെ സൂക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ ഈശോ അവരുടെ മുമ്പിൽ വിലയില്ലാത്തവനായി, വിലകെട്ടപ്പത്തിന് തുല്യമായി. സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ ആരിലേക്കും നോക്കണ്ട, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്ക്. ഞാൻ എൻ്റെ അപ്പന് വില കൊടുക്കുന്നുണ്ടോ? എൻ്റെ മനോഭാവം എങ്ങനെയാണ്? അതുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട്, ആരാധനക്രമ നമ്പർ 11 നമ്പർ പഠിപ്പിക്കുന്നുണ്ട്, അനുഗുണമായ മനോഭാവത്തോടെ കൃപാവരങ്ങൾ വിഫലമാകാതിരിക്കാൻ നിങ്ങൾ ആരാധനയിൽ സംബന്ധിക്കണം. അനുഗുണമായ മനോഭാവം. എൻ്റെ മനോഭാവം എങ്ങനെയാ? എളിമയുണ്ടോ? വിശ്വാസമുണ്ടോ? സ്നേഹമുണ്ടോ? അനുതാപമുണ്ടോ? ഒരു കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ ഉണ്ടാകേണ്ട 4 കാര്യമാണ്: സ്നേഹം, അനുതാപം, വിശ്വാസം. എത്രമാത്രം സ്നേഹമുണ്ട് എനിക്ക് കുർബാനയോട്! അത് പാട്ടിലോ പ്രാർത്ഥനയിലോ സൗണ്ടിലോ ഒന്നുമല്ല. എൻ്റെ ദൈവത്തെ എനിക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നു. ഇന്നും കാണാത്ത കുർബാനകളാ നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളാകണമെന്നില്ല, പക്ഷേ പലപ്പോഴുമൊക്കെ പലരുടെയും ജീവിതങ്ങളിൽ, എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാണാത്ത കുർബാനകളാ. ആരേ? തൃത്വത്തെ കാണാത്ത, സ്വർഗം കാണാത്ത കുർബാനകളായി അർപ്പിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് വിരസതയുണ്ടാകും, അലസതയുണ്ടാകും. ഇതെങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർന്നാൽ മതി. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞൊരനുഭവം ഞാൻ ഓർക്കുകയാ. ആ സഹോദരൻ പറയുക, അച്ഛന് ഒരാൾ എന്നോട് പറഞ്ഞു, വിശുദ്ധ കുർബാനയ്ക്ക് അണയും കയറി ഇന്ന് ദേവാലയത്തിലേക്ക് കയറി നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഞാനതിന് പരിശ്രമിച്ചില്ല, വില കൊടുത്തില്ല ഈശോയ്ക്ക്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തിക്താനുഭവങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കടന്നപ്പോൾ ഞാൻ ദേവാലയത്തിലേക്ക് പോയിട്ട് ശാന്തമായി നോക്കുമ്പോൾ കഴിഞ്ഞൊരു 12-13 വർഷമായിട്ട് ഈശോ, ഞാൻ കുർബാനയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ പലപ്പോഴും മൊണ്ടളത്തില, പലപ്പോഴും മിറ്റത്ത, അല്ലെങ്കിൽ ഏറ്റവും പുറകിലായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനോഭാവം എളിമയില്ലായിരുന്നച്ചാ, സ്നേഹമില്ലായിരുന്നച്ചാ, വിശ്വാസം, അനുതാപം ഈ മേഖലകളിലൂടെ കടന്നുപോയില്ല. അതുകൊണ്ട് എന്നാ പറ്റി? ഞാൻ തൊടുന്നതെല്ലാം നശിക്കാൻ തുടങ്ങി. ഞാൻ പലരെയും കുറ്റപ്പെടുത്താൻ തുടങ്ങി, ലോകത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഗവൺമെൻറ് അങ്ങനെയാക്കാൻ പറഞ്ഞു തുടങ്ങി, ഇവരിങ്ങനെയാണെന്ന് പറയാൻ, സഭ ഇങ്ങനെയാണെന്ന് പറയാൻ തുടങ്ങി. പക്ഷേ എനിക്കിത് അനുഭവിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ കുർബാനയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഞാൻ കരയാൻ തുടങ്ങി. എൻ്റെ ഈശോയെ ഞാൻ കാണാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, മത്തായി 5:8 പറയുന്ന വചനം എന്നതാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മരിച്ചു കഴിഞ്ഞിട്ടല്ല, ഈ ഭൂമിയിൽ ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ കാണാൻ വരുന്നതാ. എൻ്റെ ദൈവം എന്നെ കാണാൻ വരുന്നതാണ് പരിശുദ്ധ കുർബാന. അത് വിലകെട്ടപ്പമല്ല. അത് വിലകെട്ടപ്പമായാൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരു അക്രൈസ്തവയായ ഒരു ടീച്ചർ പറഞ്ഞൊരു അനുഭവം ഓർക്കുകയും, ക്രൈസ്തവയായ ഒരു സഹോദരിയുടെ അടുത്ത് നിന്ന് കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഈ അക്രൈസ്തവയായ ടീച്ചർ വന്നിട്ട് ഈ ക്രൈസ്തവയായ സഹോദരിയുടെ അടുത്തൊന്ന് മുട്ടി നിൽക്കും. കുറേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ പറഞ്ഞു, ടീച്ചർ എന്തിനാ എല്ലാ ദിവസവും എൻ്റെ ശരീരത്തിൽ മുട്ടി നിൽക്കുന്നത്? എനിക്കൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഈ അക്രൈസ്തവയായ ടീച്ചർ പറയുക, ടീച്ചറെ, എനിക്ക് കുർബാന സ്വീകരിക്കാനുള്ളൊരു ഭാഗ്യമില്ല. ടീച്ചർ കുർബാന സ്വീകരിച്ചിട്ട് വരുമ്പോൾ ടീച്ചറിൻ്റെ ശരീരത്തിൽ മുട്ടി നിന്നാൽ ആ കുർബാനയുടെ ശക്തി എൻ്റെ ഉള്ളിലേക്കും പ്രവേശിക്കുകയുള്ളൂ. നമ്മളെങ്ങനെയാ? ചിന്തിച്ചോളൂ. ഏത് മനോഭാവത്തോടെയാ സ്വീകരിക്കുക? കുർബാനയെ അവഹേളിക്കുന്നവർ, നിന്ദിക്കുന്നവർ ആരാശിക്കും? നമ്മൾ ഓരോരുത്തരുവാ. പ്രാധാന്യം കൊടുക്കാതെ, വില കൊടുക്കാതെ, ഒന്നാം സ്ഥാനം കൊടുക്കാതെ, മനോഭാവത്തിൽ ഇതിനേക്കാളും പ്രാധാന്യം ഇന്ന് പലതിലേക്ക്. ശരിക്കും നമ്മുടെ ക്രൈസ്തവ സഭ ഇത്രയും വളർന്ന് നിൽക്കുന്ന കാര്യം എങ്ങനെയാണ്? നമ്മുടെ കാർന്നവന്മാർ കുർബാന കഴിഞ്ഞിട്ടാണ് മറ്റു പലതിനും പ്രാധാന്യം കൊടുത്തു. എൻ്റെ കാർന്നവന്മാർ അല്ലെങ്കിൽ പ്രായമുള്ളവരെന്നൊക്കെ ഞാൻ കേട്ടേക്കും, എടത്തുവാ പള്ളി വരുന്നത് പിന്നീട് ചമ്പക്കുളം പള്ളിയിലേക്കാണ്. ആദ്യം അവർ ബോട്ട് കയറി, വള്ളം കയറി
കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. കഷ്ടപ്പെട്ട് വേദനിച്ച്. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. പല രീതിയിൽ നടന്ന് തുഴഞ്ഞ് അസ്വസ്ഥപ്പെട്ട്, അത് പിന്നെ അതിൻ്റെ തീഷ്ണത കുർബാന കത്തിച്ചൊലിക്കാൻ തുടങ്ങി. ഹൃദയത്തിൽ ആ കുർബാന കൊടുക്കാൻ തുടങ്ങി. ഞാൻ ഈ ബോംബെയിലെ ആ പള്ളിയിലായിരുന്നപ്പോൾ അവിടെ ഒരു അക്രൈസ്തവ സ്ത്രീ വന്ന എല്ലാ കുർബാനയ്ക്കും അതിൻ്റെ മുമ്പ് നിൽക്കും. അപ്പം ആ സഹോദരി പറഞ്ഞൊരു കാര്യം ഇതാ. ആ സഹോദരി മറാഠി ഭാഷയിൽ സംസാരിക്കും. അപ്പോൾ എനിക്ക് വ്യക്തമല്ലായിരുന്നു ഭാഷ. അപ്പോൾ ഒരു ചേട്ടനെ വിളിച്ച് ചോദിച്ചു, എന്നാ നീ പറയുന്നു? അവളെ സഹോദരി പറയുക, ഈ കുർബാന നിങ്ങൾ ഈ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന എനിക്ക് എന്നാണെന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരാനന്ദമുണ്ട്. എനിക്ക് ഭയങ്കര ശക്തി കിട്ടുന്നുണ്ട്. അത് ഞാൻ ഒരു ദിവസം ജോലി ചെയ്യാനും പോകുമ്പോൾ നല്ല തലവേദനയായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഈ കുർബാനയെ നോക്കി പറഞ്ഞു, എനിക്കിന്ന് ശക്തി വേണം, എനിക്ക് തലവേദന വരാൻ പാടില്ല. ഞാൻ ഓഫീസിൽ കയറിയ നിമിഷം മുതൽ വീട്ടിൽ തിരിച്ചു വരുന്നിടം വരെ എനിക്ക് തലവേദനയില്ല. അന്നു മുതൽ ഞാൻ ഈ നിങ്ങൾ ഈ പറഞ്ഞ ഈ പ്രാർത്ഥനയുടെ മുമ്പിൽ ഞാൻ എന്നിട്ടാണ് പോകുന്നത്. നിങ്ങളാരും ചെയ്യുന്നില്ല എന്നല്ല, സ്നേഹമുള്ളവരെ തെറ്റിദ്ധരിക്കരുത്. നമ്മളെല്ലാവരും കുർബാന അർപ്പിക്കുന്നവരാണ്. കുർബാനയെ സ്നേഹിക്കുന്നവരോട് ഒന്നിരിക്കുന്നതും ഞാൻ അംഗീകരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ മനോഭാവത്തെ. ഞാൻ 1 രൂപയ്ക്ക് വിലയുണ്ട്. ഒരു പേപ്പർ കട്ടിയെടുത്ത് കഴിഞ്ഞാൽ വിലയില്ല. പക്ഷേ ഗവർണറുടെ ഒപ്പമുള്ള ഒരു 10 രൂപയുടെ നോട്ടിന് 10 രൂപ വിലയാണ്. അതൊരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത വിലയില്ല. ഈ വാട്ടിയ ഓസ്തിക്ക്, തിരുവോസ്തിക്ക് വിലയുണ്ട്. അതെൻ്റെ അപ്പൻ്റെ ജീവനാണ്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞാനുണ്ടല്ലോ, ഞാൻ പ്രസംഗിക്കാത്തവനാ. ഇവിടെ ഒരു അച്ഛനുണ്ട്, അച്ഛനോട് ചോദിച്ചാൽ മതി. എൻ്റെ സഭയിൽ ശിവശ്രീ അച്ഛന്മാരോട് ചോദിച്ചാൽ മതി. ഇവിടെ അച്ഛൻ ഇപ്പിരിപ്പുണ്ട്, സിബി അച്ഛൻ എന്നെ പഠിപ്പിച്ചതാ. ഞാൻ പ്രസംഗിക്കില്ല, എനിക്ക് പറയാൻ ഒരു നാണവും ഇല്ല. പക്ഷെ എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് കുർബാനയെ. സ്നേഹമുള്ളവർ, എന്ത് ചോദിച്ചാലും കിട്ടും. എന്ത് ചോദിച്ചാലും കിട്ടും. ഈശോ ഇഷ്ടപ്പെടുന്നതാണോ കുർബാന തരും. നിങ്ങൾ വേറെ എവിടേക്കും പോകണ്ട. നിങ്ങളുടെ ഇടവക ദേവാലയത്തിന്റെ ബലിക്കല്ലിൽ അത്ഭുതമുണ്ട്. നിങ്ങൾ അർപ്പിക്കുന്ന ഒരു 3/4 മണിക്കൂറാണോ, അരമണിക്കൂറാണോ, 1 മണിക്കൂറാണോ, അത് അർപ്പിക്കുമ്പോൾ ഹൃദയം നുറുങ്ങി. സങ്കീർത്തനം 34:18 എന്നാ പറയുന്നത്? ഹൃദയം നുറുങ്ങുന്നവർക്ക് കർത്താവ് സമീപസ്ഥന. ഹൃദയം നുറുങ്ങുന്നവർക്ക് കർത്താവ് സമീപസ്ഥന. ഈ സമയത്ത് ഉണ്ട്, വിശ്വസിക്കണം. പക്ഷേ നമ്മളതിനെ നിസ്സാരമായിട്ട് കാണരുത്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം ഇപ്രകാരം പറഞ്ഞ 6-ാം വാക്യം മുതൽ പറയുകയാണ്, എൻ്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ നിൻ്റെ അപ്പനാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? പച്ചയ്ക്ക് ചോദിക്കുക. ഞാൻ പിതാവാണല്ലോ നിൻ്റെ, ഞാൻ നിന്നെ നിനപ്പിച്ച നിൻ്റെ അപ്പനാണല്ലോ. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരും അമ്മമാരും മക്കളൊന്ന് വേദനിപ്പിച്ച സങ്കടമുണ്ടാകില്ലേ? എന്നാലും എപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യമല്ലേ, എന്നാലും എൻ്റെ മോൻ എൻ്റെ മോൾ എന്നോട് ഇത് പറയുന്നുണ്ടല്ലോ. ഞാൻ ഒരു കുടുംബം കാണാൻ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പോയി അപ്പനോട് മാപ്പ് പറയും, ശരിയാകും. എന്നിട്ട് കുമ്പസാരിച്ച് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുക. കാരണം ഇത് നടന്ന് കുറേ നാളത്തേക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പനോട് ഭയങ്കര വൈരാഗ്യം വന്നു. അപ്പോൾ അവനെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള, അപ്പനോട് പറഞ്ഞിട്ടുമില്ല, മനസ്സിൽ സൂക്ഷിക്കുക. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും
ഇവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, ജോലി തടസ്സങ്ങൾ. ബിസിനസ്സുകാരായിരുന്നു, അവരുടെ കടയൊക്കെ പൂട്ടേണ്ടി വരുന്നു. അങ്ങനെ അവർ പോയി. അപ്പൻ അപ്പോഴത്തേക്കും മരിച്ചിട്ടില്ല, നല്ല ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പനോട് ചെയ്യുന്ന അപ്പ എൻ്റെ മനസ്സിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മാപ്പ് ചോദിക്കുന്നു. അയ്യോ, ഞാനൊന്നും ഓർത്തൊന്നും ഇല്ലടാ, നീ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ സങ്കടപ്പെടുന്നത്? നീ എൻ്റെ മോനല്ലേ. ഈ മനുഷ്യനോടൊന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ മനുഷ്യൻ പോയി കുമ്പസാരിച്ചു, ഹൃദയം നുറങ്ങി. കർത്താവ് സമീപസ്ഥൻ. പിറ്റേ ദിവസം ഭാര്യയ്ക്ക് ഇപ്പോൾ രോഗമുണ്ട്. ഈ മനുഷ്യൻ ഭാര്യയായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു രോഗമില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ പൂട്ടിപ്പോയ കട തുറക്കാനായിട്ട് പഴയ ആൾക്കാർ വന്നിട്ട്, നമുക്ക് കട തുറന്ന് പുറത്തേക്കണ്ട, എത്ര നാളായി ഇങ്ങനെ അടച്ചിടുന്നു, എല്ലാം തുറന്ന്. ഈ മനുഷ്യൻ പറഞ്ഞതാണ്, മറ്റൊന്നുമല്ല അച്ഛാ, ഞാൻ കുർബാനയിൽ ഈശോയെ കണ്ടു. ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? സ്നേഹമുള്ളവരെ, നിങ്ങൾ വേറെങ്ങും പോകണ്ട, ഇവിടെയുണ്ട് അത്ഭുതം. ഈ ബലിക്കല്ലിൽ ചങ്ക് പറിച്ചു കൊടുക്കണം. കാരണം അവൻ ചങ്ക് പറിച്ചത്, എൻ്റെ അപ്പൻ ചങ്ക് പറിച്ചു തരുന്നത്, അതേപോലെ ചങ്ക് പറിച്ചു കൊടുക്കണം. നിസ്സാരമായിട്ട് കുർബാനയെ കാണരുത്. ഇവിടെ പറയുകയാ, ഞാൻ പിതാവെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ നിന്ദിച്ചെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഈശോയുടെ നാമം നമ്മളും ചോദിക്കുന്നില്ലേ? അയ്യോ, ഞാൻ ഈശോയുടെ നാമത്തെ നിന്ദിക്കുമോ? ഒരിക്കലുമില്ല. ക്രൈസ്തവരായ നമ്മൾ ഈശോയുടെ നാമത്തെ നിന്ദിക്കുമോ? നമ്മളതിനു വേണ്ടി എന്തേരെയൊക്കെ നടക്കുന്നല്ലേ. നാമത്തെ നിന്ദിച്ചെന്ന് പറഞ്ഞ് പല കാര്യങ്ങളുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഈശോയുടെ നാമത്തെ നിന്ദിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ നാമത്തെ നിന്ദിച്ചതെന്ന് ചോദിക്കുന്നു. 7-ാമത്തെ വാക്യം, മലാക്കി പ്രവാചകന്റെ പുസ്തകം 7-ാം വാക്യം, 1-ാം അധ്യായം 7-ാം വാക്യം. ശ്രദ്ധയോടെ കേട്ടോ. മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. മലിനമായ ഭക്ഷണം. അപ്പം ഈ ഇടവകയിൽ, മണിമല ഇടവകയിലെ ആൾക്കാർ പറയും, അയ്യോ, ഞങ്ങൾ മലിനമായത് കാലൊക്കെ കഴുകിയ നാട് ഒരുങ്ങിയൊക്കെ പള്ളി വരുന്നത്, ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യാറില്ല, മലിനമായ ഭക്ഷണമൊന്നും ബലിപീഠത്തിൽ അർപ്പിക്കാറില്ല. അനുഗുണമായ മനോഭാവത്തോടെ ബലി അർപ്പിക്കുക. അനുഗുണമായ മനോഭാവത്തോടെ, വിശുദ്ധിയോടെ, എളിമയോടെ, അനുതാപത്തോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തിരുന്നു. ഒരു കുർബാനയിൽ ദൈവത്തെ കാണണമെങ്കിൽ അത് വൈദികൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസ പ്രമാണത്തിന് മുമ്പ് ഭക്തിയോടും ഹൃദയവിശുദ്ധിയോടും നിർമ്മലമായ മനസാക്ഷിയോടും ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഈ ബലിയർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണേ. കാരണം ഞങ്ങൾക്ക് ദൈവത്തെ കാണണം. അതിപ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ്, അനാഫോറയ്ക്ക് മുമ്പ്, ഗേഹന്ത പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ്, ഈ ബലിക്കല്ലിലേക്ക് കയറുന്നതിന് മുമ്പ് വൈദികൻ പ്രാർത്ഥിക്കുകയാണ്. കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഈ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഞങ്ങളും സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ കാണണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമില്ലേ? നമ്മൾ വേറെ ആരും സിനിമ നടിയെ കാണാൻ വന്നതല്ലല്ലോ, ദൈവത്തെ കാണാൻ വന്നതല്ലേ? അതെ, നമ്മളെല്ലാവരും ദൈവത്തെ കാണാൻ വന്നവരാ. പക്ഷെ മലിനമായ ഭക്ഷണം, ദൈവമായ കർത്താവ് പറയുകയാണ്, മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞങ്ങളതിനെ മലിനമാക്കിയത്? അയ്യോ കർത്താവെ, ഞങ്ങൾ എങ്ങനെയാണ് മലിനമാക്കിയത്? ഞങ്ങൾ നല്ല വീട്ടുകാരൊക്കെയാണ്, പാരമ്പര്യമുള്ള വീട്ടുകാരാ, ഞങ്ങളുടെ വീട്ടിൽ അച്ഛന്മാരുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ സിസ്റ്റേഴ്സുണ്ട്. ഞങ്ങൾ അച്ഛന്മാരൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ പാപങ്ങളൊക്കെയാണ്, ഞങ്ങൾ തെറ്റുകളൊന്നും ചെയ്യാറൊന്നുമില്ല, ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്, കുർബാന സ്വീകരിക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, കൊന്തയൊക്കെയുണ്ട്, ഒത്തിരിയൊക്കെ പ്രാർത്ഥിക്കുന്ന അച്ഛാ. അയ്യോ, ഞങ്ങൾ മലിനമാക്കാറില്ല. ദേ അടുത്തത്, അതിനുത്തരം ദൈവം പറയുകയാണ്, കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമായി കരുതി. ഈ 4 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. എളിമ, സ്നേഹം, വിശ്വാസം, അനുതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാനയ്ക്ക് സെക്കൻഡറി 2-ാം സ്ഥാനത്തേക്ക് പോയി, പിന്തള്ളപ്പെട്ടു. മറ്റ് സ്ഥാനങ്ങളൊക്കെ, മറ്റു കാര്യങ്ങളൊക്കെ
അതിനേക്കാളും പ്രാധാന്യം പ്രാണൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ കോവിഡ് കാലഘട്ടത്തിലും പ്രശ്നങ്ങളും ദുരിതങ്ങളും സഹനങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി മറ്റു പലതിലേക്കും, ലോകത്തിലെ വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കും സ്ഥാനമാനങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും ഒക്കെ നമ്മൾ തിരിഞ്ഞ് പ്രാധാന്യം കൊടുത്തു. ദൈവത്തെക്കാളും പ്രാധാന്യം, ഈശോ ബലിപീഠത്തെക്കാളും പ്രാധാന്യം. എന്റെ അപ്പൻ വന്നത്, ഭൂമിയിലേക്ക് കടന്നു വന്നത്, ഈ ബലിക്കല്ലിൽ കിടന്ന് പെടഞ്ഞു മരിക്കുന്നത് ഒരുമിച്ച് കൂട്ടാനോ അല്ലെങ്കിൽ സന്തോഷം പങ്കുവെക്കാനോ ഒരു രജിസ്റ്റർ പേര് കിട്ടാനോ അല്ലെങ്കിൽ 6 അടി മണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. സ്വർഗത്തിൽ നിത്യജീവൻ, രക്ഷ, പ്രത്യാശയോടുകൂടി രക്ഷയിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ കുർബാനയായിട്ട് ബലിക്കലിൽ കടന്നു വന്നത്. എന്നെ സ്വന്തമാക്കണം, ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കുർബാന കൊണ്ട് 4ാമതൊരാളാകുക, ത്രിത്വത്തിൽ 4ാമതൊരാളായി അവിടുന്ന് സംഗമിക്കുക, സ്വർഗത്തിൽ അംഗത്വം ലഭിക്കുക, നിത്യജീവൻ പ്രാപിക്കുക. അതൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് അതിനേക്കാളും പ്രാധാന്യം ബലിപീഠത്തെ നിസ്സാരമായി കരുതിക്കൊണ്ടു പോകുന്നവരാ ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ട് ബലിപീഠത്തെ നമ്മളിതാക്കരുത്, രണ്ടാമതായിട്ട് കാണരുത്. വീണ്ടും അടുത്ത വാക്യം, കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ ബലിയർപ്പിച്ച തിന്മയല്ലേ? കാഴ്ചയില്ലാത്ത, അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല, ഞങ്ങൾ കൊടുക്കുവാണെങ്കിൽ പറമ്പിലെ നല്ല തേങ്ങയും പറമ്പിലെ നല്ല കൊലയും അല്ലെങ്കിൽ ചക്കയും അല്ലെങ്കിൽ ചേമ്പും അതൊക്കെ നല്ലതാ, ഞാൻ പള്ളിക്ക് കൊണ്ട് കൊടുക്കുന്നത്. കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ച തിന്മയല്ലേ? മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ച തിന്മയല്ലേ? ഇല്ലച്ചാ, ഒരിക്കലും ഞങ്ങളത് ചെയ്യാറില്ല. ഞങ്ങളാണെങ്കിലും നേർച്ചയിട്ടാലും നല്ല നോട്ടൊക്കെ കൊണ്ട് ഇടുന്നത്, അങ്ങ് വേറെ ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ അത്യാവശ്യമൊക്കെ ഇടുന്നുണ്ട്, ഒരു കുഴപ്പം, ഞങ്ങൾ അങ്ങനെ തെറ്റൊന്നും ചെയ്യാറ്. വചനം പറയുന്നു, അത് നിങ്ങളുടെ ഭരണാധികാരിക്ക് കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ. നമ്മുടെ വീട്ടിൽ നാളെ നമ്മുടെ പ്രധാനമന്ത്രി വരുന്നു പറയുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരുന്നു, ഗവർണർ വരും, മാർപ്പാപ്പ വരുന്നു പറയുക. നമ്മുടെ വീടിൻ്റെ വാതിക്കലെത്തി. അപ്പം നമ്മൾ ഒരു ബനീനൊക്കെ ഇട്ട് കയ്യിലേക്ക് കൊടുത്ത് കാലുമേ വന്നേ, വാ കയറിയിരുന്നേ, സുഖമല്ലേ എന്ന് നിൽക്കുമോ? അതോ എങ്ങനെയായിരിക്കും മാർപ്പാപ്പ വരുമ്പോൾ നിൽക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ അതിരൂപത അധ്യക്ഷൻ, ആരെങ്കിലും ആട്ടെ, പ്രധാനപ്പെട്ടൊരു വ്യക്തി, അത് നിങ്ങളുടെ ഭരണാധികാരി കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുമോ? അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി വന്നു നിർത്തും. ഇപ്പം നമ്മൾ വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് അതേപോലത്തെ, ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിലാണ് കുടിക്കുന്നത്, താനും സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ചാൽ അതിന് കൊടുക്കുമോ? എങ്ങനെ ഇരിക്കും? രീതി മാറും. അത്രയേ ഉള്ളൂ. അവൻ സന്തുഷ്ടനാവൂ. എൻ്റെ അപ്പന് ഞാൻ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടത് ഹൃദയമാണ്. എൻ്റെ ഹൃദയം കൊടുക്കുന്നില്ല, ബാക്കി എല്ലാം കൊടുക്കുന്നുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ജോലി തടസ്സങ്ങൾ. ഒരു പെൺകുട്ടി അവളെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാവശ്യമായി ഞാൻ ILTS എഴുതുന്നു, ET എഴുതുന്നു. ഞാൻ പറഞ്ഞു, നീ അത് വിട്, നീ കുർബാനയ്ക്ക് എന്ത്? ഞാൻ കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ട് അച്ഛാ. നീ കുർബാനയ്ക്ക് പോയിട്ട് അവിടെ പോയി നിന്നിട്ട് എന്നാ പരിപാടി? കുർബാനയ്ക്ക് പോയി നിന്നിട്ട് മുഴുവൻ ഇതാ ചിന്ത, മുഴുവൻ ടെൻഷൻ, ഈ ചിന്ത. ഞാൻ അത് വിട്ട് നീ കുർബാനയെ സ്നേഹിച്ചേ. അച്ഛാ, പിന്നൊരു പ്രശ്നം, എനിക്കധികം പണമൊന്നുമില്ല, 1,00,000 രൂപ കൊടുത്ത് തിരിച്ച് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, കിട്ടും, നീ ഇങ്ങനെ ചെയ്തേ. ഈ കുർബാനയ്ക്ക് അസ്വസ്ഥമായി കുർബാനയെക്കാളും പ്രാധാന്യം നമ്മുടെ ഉള്ളിലെ മനോഭാവത്തിന് കൊടുത്തപ്പോൾ, സ്നേഹമുള്ളവരെ, 5-ാം ദിവസം അവൾ അതിലേക്ക് ആ കുർബാനയുടെ ആ ഒരു ഇത് പഠിപ്പിച്ച് അതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ആദ്യം വിളിക്കുകയാണ്. ഒരു കുർബാന കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കൊരു മെസ്സേജ് വരുന്നതാണ്, അവൾ എക്സാം പാസ്സായി. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഇതിനുള്ളൊരു ധൈര്യം കിട്ടിയത്? പറയാ, ഞാൻ കുർബാന അർപ്പിക്കുന്ന രീതി അങ്ങ് മാറ്റിവെച്ച. 4-5 വർഷമായിട്ട് പൈസ തിരിച്ചു കൊടുക്കാനുള്ള വ്യക്തി
മുഖം തിരിച്ച് നടന്ന് ഫോൺ എടുക്കാതെ ഒരു ഇതില്ല നടന്ന ആൾ പറയുക, ദേ ഒരു കുർബാന കഴിഞ്ഞപ്പോഴത്തേക്കും 50,000 രൂപ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ബാക്കി 50,000 രൂപ ഞാൻ ഉടനെ തന്നേക്കാം കേട്ടോ, ക്ഷമിക്കണം ഇത്രയും നാളായിട്ടും. സ്നേഹമുള്ളവരെ, ഒരൊറ്റ കുർബാന മതി, ഒരൊറ്റ കുർബാന ചങ്ക് പറിച്ച് നിങ്ങൾ ബലിയർപ്പിച്ചോ, ഏത് വലിയ തടസ്സവും മാറിക്കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ കുർബാന ഓരോ അനുഗ്രഹമാണ്. ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. നിങ്ങൾ എൻ്റെ ബലിപീഠത്തെ നിസ്സാരമായി കരുതി എന്ന കർത്താവ് പറയുന്നത്. ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഈ കുർബാനയെക്കാളും പ്രാധാന്യം മറ്റു പല ആചാരങ്ങൾക്കും ഭക്തികൾക്കും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമൊക്കെ പോകും. അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുർബാനയെക്കാളും പ്രാധാന്യം അതെത്ര ആഘോഷമാക്കാവോ അത്ര ആഘോഷമാക്കണം. നമ്മൾ ആഘോഷം ഇതെങ്ങനെയാണ് ആഘോഷമാക്കുന്നത്? ഹൃദയം കൊണ്ട് ആഘോഷമാക്കണം. ഇന്ന് കുർബാന അർപ്പിച്ചപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് സ്വർഗത്തിന്റെ പ്രവൃത്തിയാ. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഇത് അവരുടെ അധ്വാനം കൂടാതെ തന്നെ 20-ാമത്തെ വാക്യം പറയുകയാണ്, അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമാം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് നൽകി. അവരുടെ അധ്വാനം കൂടാതെ. ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും അധ്വാനം ഉണ്ടായിരുന്നു? ഇന്ന് ബലിയർപ്പിച്ച, ഞാനും ബലിയർപ്പിച്ച, എൻ്റെ ഒരു അധ്വാനവുമില്ല. ദൈവം നല്ല കൃപയാണ്, പൗരോഹിത്യം ദാനം. ആ പൗരോഹിത്യം ദാനത്തിലൂടെ ഞാൻ ആശീർവദിച്ചു. ഇത് നമ്മുടെ ആരുടെയും പ്രവൃത്തിയല്ല കുർബാന. വാശി പിടിക്കരുത്. അതിൻ്റെ മുമ്പിൽ കിടന്നു വാശി പിടിച്ചിട്ട് കാര്യമില്ല. സ്വർഗം തീരുമാനിക്കണം. അവരുടെ അധ്വാനം കൂടാതെ തന്നെ സ്വർഗത്തിൽ നിന്ന്, ഇത് സ്വർഗത്തിൽ നിന്നാ അപ്പൻ നമുക്ക് വാഗ്ദാനം വളരെ ഫ്രീ ആയിട്ട് തരികയാ, സന്തോഷത്തോടെ. സ്വർഗത്തിൽ നിന്ന് പാകപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കുർബാനയ്ക്ക് വരുമ്പോൾ അച്ഛൻ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അച്ഛന് സംസാരിക്കാനുള്ള കഴിവില്ല, അച്ഛന് സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കണം. സ്വർഗത്തിൽ നിന്ന് പാകപ്പെടുത്തിയ ഭക്ഷണം, ഇത് സ്വർഗത്തിന്റെ പ്രവൃത്തിയാ. നമ്മുടെ കുടുംബത്തിൽ രോഗങ്ങളുണ്ടോ, സഹനങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ? എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് പരിശുദ്ധ കുർബാനയിൽ നിന്ന്. ഒത്തിരി പേരുടെ അകന്നൊരു ബന്ധു, അവൾ കൂടംകുളത്താണ്. അവള് മക്കളില്ല, 8 വർഷമായിട്ട്, വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം മക്കളില്ല. പോയി ടെസ്റ്റ് ചെയ്തു. പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു നിനക്ക് മക്കളെ കിട്ടില്ല, നിനക്ക് അതിനുള്ള കഴിവില്ല, ഒരു സിസ്റ്റുണ്ട്, നോക്കണ്ട. അങ്ങനെ അവളോട് പറഞ്ഞൊരു ധ്യാനത്തിൽ, കുർബാനയുടെ ഒരു ധ്യാനത്തിൽ കൂടാൻ പറഞ്ഞു. അപ്പോൾ അവളോട് പറഞ്ഞു, ധ്യാനത്തിൽ കൂടി അവൾ പറഞ്ഞു 90 ദിവസം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു വിടുകയും. അപ്പം 90 ദിവസവും അവൾ മുടങ്ങാതെ കുർബാനയ്ക്ക് പോകും. 88, 89 ദിവസമൊക്കെ ആയപ്പോൾ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ അവളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോ, കിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു സിസ്റ്റം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു. ഇവളോട് പറഞ്ഞതാണ്, എന്തും ഉപേക്ഷിക്കണം, കുർബാന മുടങ്ങാൻ പാടില്ല. കുർബാന അർപ്പിക്കാൻ 25 കിലോമീറ്റർ അകലെ കന്യാകുമാരിക്ക് പോകും. ആദ്യമൊക്കെ ഒരാഴ്ച വെളുപ്പിന് എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഹസ്ബൻഡ് കൊടുത്തിട്ട് പോകും. ഹസ്ബൻഡ് അവിടുത്തെ ആണവർ റിയാക്ടറിൽ ജോലി ചെയ്യുക. അപ്പോൾ അങ്ങനെ മലയാളം കുർബാനയ്ക്കായിട്ട് അവൾ കന്യാകുമാരിക്ക് കുറേ കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണമായിട്ട് അവൾ ആദ്യം ഉപേക്ഷിച്ച് അവളുടെ ജോലി ഉപേക്ഷിച്ചിട്ട് അവൾ അങ്ങനെ വണ്ടിക്ക് 90-ാം ദിവസം കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ഈ സിസ്റ്റിരിക്കെ തന്നെ 92-ാം ദിവസം അവൾ സന്തോഷത്തോടെ വിളിച്ചു പറയുക, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് കുർബാനയിൽ നിന്ന് ഇന്നവൾ 3 കുട്ടികളുടെ അമ്മയാണ്. ചത്ത ഗർഭപാത്രം ജീവനുള്ളതായി മാറ്റും. മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. ഇല്ല, പിന്നെ എന്തിനായി കുർബാന? എൻ്റെ പ്രശ്നങ്ങൾ മാറ്റാനുള്ളതല്ലെങ്കിൽ പിന്നെ നിങ്ങളിങ്ങോട്ട് വരരുത്. പ്രശ്നങ്ങൾ മാറ്റാൻ വന്നതാ, ഇനി ഞാനാ മാറേണ്ടത്. എൻ്റെ മനോഭാവങ്ങൾ എന്നെ എളിമപ്പെടണം. 0
വലിയൊരു പൂജ്യമാകണം. വിശ്വസിക്കണം, നടത്തിത്തരുന്ന അന്ധമായിട്ട് വിശ്വസിക്കണം. ഈ പടി വിട്ടിറങ്ങുന്നതിന് മുമ്പ് അത്ഭുതങ്ങൾ നടക്കും. ഒരച്ഛൻ പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ക്രൈസ്തവ പെൺകുട്ടി അമ്മ കട്ടിലിൽ തളർന്ന് കിടക്കുന്നു. ഇവളോട് കൂട്ടുകാരി പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിലൊന്ന് കയറി. ഇതേപോലെ കുന്നിൻ്റെ മുകളിലുള്ള ഒരു പള്ളിയാണ്. അവളിങ്ങനെ നടന്ന് കയറി പോകുമ്പോൾ ഇവിടെ ഒരു കുർബാന നടക്കുക. അകത്തേക്ക് കയറാൻ പേടി. ആനവാതിക്കെ നിന്നിട്ട് ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും താഴെ നിന്നിട്ട് ആ കുരിശും തൊട്ടിട്ട് അവിടെ നിന്നിട്ട് അവൾ പറഞ്ഞു, ദേ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു നീ ജീവിക്കുന്നവനാണ്, പറ്റുമെങ്കിൽ എൻ്റെ അമ്മയൊന്ന് സുഖപ്പെടുത്താൻ പറ്റുമോ? പറ്റുമെങ്കിൽ എൻ്റെ അമ്മയൊന്ന് സുഖപ്പെടുത്താൻ പറ്റുമോ? ഇവളെന്നാ ചെയ്തു? ഇത് പറഞ്ഞിട്ട് അങ്ങ് പോയി കരഞ്ഞിട്ട്. ഒത്തിരി സങ്കടമായി. അമ്മയും മോളും മാത്രം. അങ്ങനെ ഈ മോള് നടന്ന് വീട്ടിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ കള്ളനാണെന്ന് കരുതി വീട്ടിൽ അനക്കമൊക്കെ കേൾക്കുന്നു. അമ്മ കട്ടിൽ വർഷങ്ങളായിട്ട് കട്ടിൽ തളർന്ന് കിടക്കുകയാണ്. ഓടി പെട്ടെന്ന് അവിടെ കിടന്ന സാധനമൊക്കെ സൈഡിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കയ്യിലിരുന്ന സാധനമൊക്കെ മാറ്റി അവിടേക്ക് വെച്ചിട്ട് ഓടി അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ കട്ടിലില്ല. അടുക്കളയിൽ മകൾ വരുമ്പോൾ ആദ്യം മകൾ വരുമ്പോൾ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കണം, സന്തോഷം കൊണ്ട്. പരിശുദ്ധ കുർബാൻ. ഈ അമ്മയും മോളും കൂടെ, അമ്മയെ വാ, അമ്മയെ സുഖപ്പെടുത്തി ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ഓടി നിന്ന് മോണ്ടളത്തി അകത്തേക്ക് കയറാൻ പേടി. കരയുമ്പോഴേ ഈ അച്ഛൻ വന്ന് ചോദിക്കുക, എന്താ പറ്റിയത്? ഞാനിവിടുന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ എപ്പോഴാ ഇവിടുന്ന് പറഞ്ഞു പോയ സമയത്ത് അമ്മ എഴുന്നേറ്റു. പരിശുദ്ധ കുർബാനയുടെ ശക്തിയാ. നമ്മളെ നിസ്സാരമായിട്ട് കാണരുത്. അവരുടെ അധ്വാനം കൂടാതെ തന്നെ സ്വർഗത്തിൽ നിന്ന് പാകപ്പെടുത്തിയതാ. ഇന്ന് എനിക്ക് എന്നതാ പ്രശ്നം? എനിക്ക് സൗന്ദര്യമില്ലേ? എനിക്ക് കഴിവുകളില്ലേ? എനിക്ക് ജോലി ശരിയാകുന്നില്ലേ? എൻ്റെ പഠനം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലേ? ബുദ്ധിയില്ലേ? വിശ്വസിക്ക്, സ്നേഹിക്ക്, എളിമപ്പെട്, അനുദപിക്ക്. ചെറുതും വലുതുമായുള്ള കാര്യങ്ങൾ കുമ്പസാരക്കൂട്ടിൽ വൈദികനുണ്ടെങ്കിൽ കുമ്പസാരിച്ച് കുർബാന ചെയ്യണം. കാരണം അത്രയും പവിത്രമാ, വിശുദ്ധമാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇപ്പൊ പുറത്തു പോയിട്ട് കുറച്ച് കല്ലും മണ്ണും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പൊതിഞ്ഞിട്ട് ഈ സക്രാരിക്കുള്ളിൽ കയറ്റി വെക്കാൻ നിങ്ങൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്നവർ സമ്മതിക്കും? സമ്മതിക്കില്ല. കാരണം നിങ്ങൾ പറയും അത് പരിശുദ്ധം അച്ഛാ ചെയ്യരുത്. പക്ഷേ ഈ പരിശുദ്ധ കുർബാന ഞാൻ എത്രയോ ഒരുക്കത്തോടുകൂടി സ്വീകരിക്കേണ്ടതായിരിക്കണം. എൻ്റെ ഹൃദയം ഒരു സക്രാരിയല്ലേ? എത്രമാത്രം ഒരുക്കത്തോടുകൂടി ഈ പരിശുദ്ധ കുർബാനയ്ക്ക് അണയണം. സ്വർഗം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാ നിൽക്കുന്നത്? എൻ്റെ മകന്റെയോ മകളുടെയോ വിവാഹത്തിന് നിൽക്കുമ്പോൾ അപ്പാ അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എൻ്റെ മകൻ്റെ വിവാഹമാണ് നടക്കുന്നത്, എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നത് കേട്ടോ, ഇങ്ങനെ നിൽക്കുവോ? ആടി തൂങ്ങി. എൻ്റെ അപ്പൻ ഇവിടെ കടന്ന് പടഞ്ഞു മരിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന പ്രാധാന്യം എത്രമാത്രം! അത് പുരോഹിതനായിക്കോട്ടെ, അൽമാനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഞാൻ കൊടുക്കുന്ന ഒരുക്കം, പ്രാധാന്യം, വിശുദ്ധി എത്രമാത്രമുണ്ട്! അത് വിലയുള്ളതാ. നിസാരമായിട്ട് കാണരുത് സ്നേഹമുള്ളവരെ. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം 10-ാം നമ്പറിൽ പറയുന്ന പരിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത്, ഇത് സ്നേഹത്തിന്റെ കൂദാശയും ഐക്യത്തിന്റെ അടയാളവും, ഇത് ഉപവിയുടെ ഉടമ്പടിയുമാ. ഇത് സ്നേഹത്തിന്റെ കൂദാശയാ. എന്തുകൊണ്ടാ ഇത് സ്നേഹത്തിന്റെ കൂദാശയാകുന്നത്? ആ സ്നേഹത്തെപ്പറ്റി ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ 3 പേര്, 4-മതൊരാളായിട്ട് ക്ഷണിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും. ഇതൊരു സ്നേഹമാ. സ്നേഹിക്കാൻ ഒരു കാരണവുമില്ല. എന്നെ ഈശോയ്ക്ക് സ്നേഹിക്കാൻ എന്നാ കാരണം? എൻ്റെ വീട്ടുപേരാണോ? ഞാൻ പള്ളിക്ക് ദശാംശം കൊടുക്കുന്നതുകൊണ്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നതുകൊണ്ടാണോ? ഞാൻ പുരോഹിതനായതുകൊണ്ടാണോ? അതിനെ പ്രഘോഷം നടത്തുന്നതുകൊണ്ടാണോ? അല്ല. സ്നേഹിക്കാൻ ഒരു കാരണവുമില്ല. പ്രേമിക്കുന്നവരോ? ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി. അപ്പം ടീച്ചർ കൊണ്ടുവന്ന, അപ്പോൾ അവനെ കണ്ട് ഈ സോക്കറ്റിനകത്ത് കൈയിട്ടതുപോലെ ഷോക്കടിച്ച് നിൽക്കുക, തലമുടിയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക, മുള്ളം പന്നി പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ അവൻ കൂടി സോക്കറ്റിൽ കൈയിട്ടോ? ഇല്ല അച്ഛാ, ഞാനൊന്നും ചെയ്തൊന്നുമില്ല, അതിങ്ങനെയാണ്. കടയിൽ പോയി ആക്കിയതാ. കടയിൽ പോയപ്പോൾ ബാർബർ ഷോക്കാക്കിയതാ. അപ്പോൾ അതങ്ങനെ ആയിപ്പോയി. അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ 2 ധ്രുവങ്ങൾ നിൽക്കുന്നവരെ ഞാൻ ചോദിച്ചു, ഞാൻ അവൻ്റെ മുമ്പിൽ വെച്ച് ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാടി സ്നേഹിച്ചെന്ന് ചോദിച്ചപ്പോൾ പറയാം, സ്നേഹത്തിൻ്റെ മുമ്പിൽ അതൊന്നും ഇല്ല അച്ഛാന്ന് പറയും.
ഉത്തരവുണ്ട്. എങ്കിൽ ഇതേപോലൊരു പ്രേമമാ. ഉത്തമഗീതത്തെ തെറ്റായിട്ട് അതിന് നമ്മുടെ അടുത്ത് വ്യാഖ്യാനിക്കുന്നത്, സോളമൻ പ്രേമം മുത്തു ദൈവവുമായിട്ട് എഴുതി വെച്ചവിടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട്, ഞാൻ എൻ്റെ പ്രിയൻ്റേതാ, ഇതാ മുന്തിരിത്തോട്ടത്തിൽ എൻ്റെ പ്രിയൻ എന്നെ നോക്കി കാത്തിരിക്കുന്നു. മുന്തിരിത്തോട്ടം, ഈ ബലിക്കല്ല് മുന്തിരിത്തോട്ടമാ. ഈ മുന്തിരിത്തോട്ടത്തിൽ എൻ്റെ പ്രിയൻ, എൻ്റെ അപ്പൻ എന്നെ നോക്കി കാത്തിരിക്കുന്നു. ഞാൻ എൻ്റെ ആത്മനാഥൻ്റേതാ, ആത്മനാഥൻ എൻ്റേതും. പ്രേമത്തിൻ്റെ കാവ്യങ്ങളാ. അതിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു, അതിനെ ഞാൻ എൻ്റെ നെറ്റിത്തടത്തിൽ ചേർത്ത് വെക്കുന്നു. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ മാധുര്യം നിറയുന്നു. ഈ കുർബാന അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സോളമൻ പറഞ്ഞു വെച്ച്, ഇതാണ് കുർബാന. ഇങ്ങനെയാകണം ഈ ഇടവകയിലെ ഓരോ മക്കളുടെയും കുർബാന അർപ്പണങ്ങൾ, അല്ലാതെ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വരും, ഇഷ്ടമുള്ള സമയത്ത് പോകും. ഇതിന് പ്രാധാന്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ വരത്തില്ല, സ്വീകരിക്കത്തില്ല. സ്നേഹമുള്ളവരെ, കുർബാനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ എളിമയോടെ, അനുതാപത്തോടെ, അനുതാപ ശുശ്രൂഷ നമ്മുടെ കുർബാനയിലുണ്ട്. വൈദികൻ കുമ്പസാരക്കൂട്ടില്ലെങ്കിൽ അവിടെ ശരിക്കും അനുതപിച്ച് നമ്മൾ കുർബാന സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഒരു ചങ്ങല എന്ന് വിളിക്കുന്നത് എങ്ങനെയാ? അതിൻ്റെ കണ്ണികൾ ചേർക്കുമ്പോഴാ. ഇല്ലെങ്കിൽ പലതര കണ്ണികൾ ഇട്ടിട്ട് പോകുന്നവരാകും. ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകൾ പോലെയാകും. കുറച്ച് പ്രാർത്ഥനകളും കുറച്ച് പാട്ടുകളും ചേർത്ത് വെക്കുന്ന പോലെയാകും. അതുകൊണ്ട് പാകപ്പെടുത്തിയ ഭക്ഷണം, ബൈബിള് മുഴുവൻ കുർബാനയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഉൽപ്പത്തിയിൽ അന്ന് തീരുമാനിച്ചത് മുഴുവൻ പിന്നങ്ങോട്ട് ഓരോ ബലികളിലൂടെയും, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദഹന ബലിയും സമാധാന ബലിയും പാപപരിഹാര ബലിയും, അങ്ങനെ ആ ബലികളിലൂടെയൊക്കെ പ്രവാചകന്മാരുടെ ഒരുക്കിയെടുത്ത്, പല ബലികളിലൂടെ ഒരുക്കിയെടുത്ത് അവസാനം ഇതിൻ്റെ ഏറ്റവും വലിയ മഹാസംഭവം പരിശുദ്ധ കുർബാന അന്ത്യത്താഴവേളയിൽ സ്ഥാപിച്ചു. അന്ത്യത്താഴവേളയിൽ എങ്ങനെയാണ് ദൈവം സ്ഥാപിച്ചത്? അവൻ മുട്ടുമേൽ നിന്ന് കാല് കഴുകിയിട്ട എല്ലാ ദിവസത്തെയും ഹോളിമാകിയിലെ പള്ളിയിലെ കുർബാനയ്ക്ക് ഈശോ നമ്മളെ അകത്തേക്ക് കയറ്റുമ്പോൾ അവൻ പറയും, ഞാൻ നിന്റെ കാലൊന്ന് കഴുകിക്കോട്ടെ. അങ്ങനെയാ കുർബാനയ്ക്ക് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കയ്യോ, ഞാൻ എൻ്റെ കാലൊന്നും കഴുകണ്ട, ഞാൻ പാവോ. പത്രോസ് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും കാല് കഴുകിയിട്ട് കേൾക്കുന്നത്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-4 വാക്യം പറയുന്നതാണ്, കരുണയുടെ കയറിട്ട് കൊടുത്തു. സ്നേഹത്തിൻ്റെ കയർ, കരുണ പിതാവ, ആ കരുണയുടെ കയർ ഇട്ട് കൊടുത്തു. കയർ ഈശോയ. ഈ ബലിക്കല്ലിലേക്ക് ഒരു കയറിട്ട് തന്നിട്ടുണ്ട്, ഇത് പിടിച്ച് സ്വർഗത്തിലേക്ക് കയറണം. എന്നിട്ട് പറയുന്നതാണ്, അവൻ നമ്മുടെ താടിയിൽ നുകമയച്ചു തന്നു. അവൻ കുനിഞ്ഞ് ഭക്ഷണം നൽകി. എൻ്റെ അപ്പൻ, എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ കുനിയുന്നതാ കുർബാന. എൻ്റെ അപ്പൻ, അവൻ കുനിഞ്ഞ് ഭക്ഷണം നൽകി. അവൻ താടിയിൽ നുകം, ഭാരം അയച്ചു കൊടുക്കുന്നവനായി. മത്തായിയുടെ സുവിശേഷം 11-28 വാക്യത്തിൽ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവൻ എൻ്റെ മുമ്പിൽ കുനിയുകയാ. എൻ്റെ അപ്പൻ എല്ലാ ദിവസവും ഇവിടെ 6:45 7 മണിക്കാണോ രാവിലത്തെ കുർബാനയ്ക്ക് എൻ്റെ കാല് കഴുകി എൻ്റെ മുമ്പിൽ കുനിയുന്നു. എന്നാ യോഗ്യതയുണ്ട് എനിക്ക് നിങ്ങൾക്കും ഈ സ്നേഹത്തിൻ്റെ കൂദാശയുടെ മുമ്പിൽ നിൽക്കാൻ? ഒരു കാരണവുമില്ല ഇഷ്ടപ്പെടാൻ. പക്ഷേ എൻ്റെ അപ്പൻ എൻ്റെ മുമ്പിൽ കുനിഞ്ഞിട്ട് പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതാ കുർബാന. ഈ കുർബാനയെക്കാളും നമ്മൾ ഇന്ന് തേടി നടക്കുന്നത്, വേണ്ടാന്നല്ല, തെറ്റിദ്ധരിക്കരുത്, ദർശനങ്ങളും അടയാളങ്ങളുമൊക്കെ. കുർബാനയ്ക്ക് പോകില്ല. അത് രണ്ടാമത്തെ കാര്യമാണ്. അത് വേണം, രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം കുർബാനയാണ്. കുർബാനയിൽ ഇതെല്ലാം ഉണ്ടാകും. സ്നേഹത്തിൻ്റെ കൂദാശ, ഐക്യത്തിൻ്റെ അടയാളം. ഈ സ്നേഹിക്കുന്നത് നമ്മൾ ഭയങ്കര ഐക്യമായിരിക്കും. അപ്പൻ പറഞ്ഞു, മോനെ പോയി മരിച്ചേ, എനിക്ക് നിന്നെ മഹത്വപ്പെടുത്തണം, ഇന്ന ദിവസം ഇന്ന സമയത്ത് കാൽവരിയിൽ ഏറ്റവും നീചമായ മരണം. ശരിയപ്പ. ഹെബ്രായ ലേഖനം 12 വാക്യം ഇപ്രകാരം പറയുക, തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ചു. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം മാറ്റിവെച്ച് അവമാനം ക്ഷമയോടെ സ്വീകരിച്ച് കുരിശ് ഏറ്റെടുത്തു.
അപ്പൻ്റെയും ഈ പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടത്തിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. തനിക്കുണ്ടായിരുന്ന സന്തോഷം ആ സന്തോഷത്തിലായിരുന്നു. അതും മാറ്റിവെച്ചു ഈ കുർബാനയാകുക. എന്നിട്ട് പറയുന്നതാണ് അപമാനം സ്വീകരിക്കുക. എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ആട്ടും തുപ്പും തെരുവിളിയും. അതുകൊണ്ടിത് ഐക്യത്തിൻ്റെ കൂദാശയാണ്. ഈ സ്നേഹിക്കുന്നവർ തമ്മിൽ ഭയങ്കര പിന്നെ ഐക്യമായിരിക്കും. അതുകൊണ്ടല്ലേ ഈശോ ലാസറിൻ്റെ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പേ തന്നെ അപ്പനോട് പറയും, അപ്പാ പിതാവേ, ലാസറിനെ ഉയർപ്പിച്ചതിനെ ഓർത്ത് നന്ദി. നമ്മുടെ കുർബാനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. ആദ്യത്തെ ഗേഹന്ത പ്രാർത്ഥന, സമാധാനം നിങ്ങളോടുകൂടെ. ശുശ്രൂഷയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്നു, നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും ഹൃദയവിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ട്. ഗേഹന്ത പ്രാർത്ഥന, ആദ്യത്തെ ഗേഹന്ത പ്രാർത്ഥനയിൽ ദൈവമേ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി. ഒരു ഐക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടും. ഞാൻ ഈശോയ്ക്ക് ഇഷ്ടപ്പെടണം കേട്ടോ. നാളെ ഒരു 10,000 കോടി എൻ്റെ വീട്ടിലേക്ക് വന്നങ്ങ് പറഞ്ഞേക്കരുത്. ഇതാണ് എൻ്റെ അപ്പൻ എൻ്റെ മുമ്പിൽ കുനിയുന്നത് എന്നെ വളർത്താൻ വേണ്ടിയിട്ടാണ്, എന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ അപ്പൻ. എന്നാ വലിയൊരു സ്നേഹമല്ലേ ഈ കുർബാനയിൽ ഈശോനോട് കാണിക്കുന്നേ. ഈ സ്നേഹം ഒന്ന് അനുഭവിച്ചാലോ ഇതിൻ്റെ ആഴം ഭയങ്കരം. അപ്പം അതുകൊണ്ട് പറയുകയാണ്, സ്വർഗത്തിൽ അങ്ങ് അവർക്ക് അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെയുള്ള വാത്സല്യം പ്രകടമാക്കി. ഞാൻ അപ്പൻ എന്ന് വിളിക്കുന്ന കാര്യം ഇതാ. ഇത് അപ്പന് മക്കളോട് സ്നേഹമാണോ വാത്സല്യമാണോ? അപ്പനും അമ്മയ്ക്കും അയൽവക്കത്തെ ചേട്ടൻ അല്ലെങ്കിൽ ബാക്കിയുള്ള വീട്ടുകാർക്ക് എന്നോട് സ്നേഹമാണ്, അപ്പനും അമ്മയ്ക്കും വാത്സല്യമാണ്. അതുകൊണ്ടാണ് മകൻ കുളത്തിലേക്ക് ആടിയില്ല, അമ്മ നോക്കാതെ എടുത്തിയാടും. എൻ്റെ അമ്മ എടുത്തിയാട്ടുണ്ട്. ചേച്ചിമാരൊക്കെ ഞങ്ങളുടെ കുട്ടനാട്ടുകാരല്ലേ, വെള്ളത്തിൽ പോവും, നോക്കിയില്ല മുള്ളനാണോ ഒഴുക്കുണ്ടോ, നല്ല കുത്തൊഴുക്ക് എടുത്തിയാടിയിട്ടുണ്ട്. പൊങ്ങി വന്നപ്പോഴൊക്കെ വലിയ വള്ളമായിരുന്നു പറഞ്ഞു കേട്ടു. അപ്പം ഞാൻ ചോദിച്ചു, എന്തായിരുന്നു അതിൻ്റെ ഇത്? എൻ്റെ കൊച്ച് ഞാൻ മരിച്ചാൽ എൻ്റെ കൊച്ച് ജീവിക്കണം, അതാ എനിക്ക് ജീവൻ കൊടുക്കുക, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കുക. സ്നേഹമുള്ളവർ ഈ കുർബാനയുടെ വിലയോ നോക്കിക്കേ. ഇത് വാത്സല്യമാ. വീണ്ടും പറയുന്നതാണ്, ഭക്ഷിക്കുന്നവന്റെ രുചിക്കുന്നത് രൂപാന്തരപ്പെട്ടു. ഈ കാഞ്ഞിരപ്പള്ളി ഒരു കൊച്ചുണ്ട്, അത് ജനിച്ചപ്പോൾ ഈ ഇടയ്ക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു പറ്റില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുർബാനയ്ക്ക് പോകും, കൊച്ചു ജീവിക്കും, ധൈര്യമായിട്ട്. ആ കൊച്ചിൻ്റെ അപ്പൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ആ കുർബാനയുടെ മുമ്പിൽ അങ്ങ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ പറയുകയാണ്, ഞാൻ ഇത്രയും കുർബാനയെ സ്നേഹിച്ച ദിവസങ്ങളിലാണ് അത്ഭുതം പ്രവർത്തിച്ചു. കൊച്ചു പൂർണ്ണ. ഡോക്ടർ പറഞ്ഞു, കരുവാളിച്ചിരുന്ന ഈ കൊച്ച് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷെ നിങ്ങളുടെ ദൈവം ശക്തനാണ് കേട്ടോ. നിലവിളിക്കണം, കുർബാനയുടെ മുമ്പിലിരുന്ന് ഹൃദയം നുറുങ്ങണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, അനുദപിക്കണം, സ്നേഹിക്കണം. ബലിക്കല്ലിൽ അവൻ മരിച്ചതുപോലെ എന്നിലുള്ള ഞാൻ എന്ന ഭാവത്തെ മരിപ്പിക്കണം. പിന്നെ ഈശോ ആയിരിക്കണം എനിക്കല്ല. നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അത്ഭുതം നടക്കും. നമ്മുടെ സ്വരം കേൾക്കാനായിട്ട് വൈകുമോ? അതിനുവേണ്ടി ഓടി നടക്കണോ? വേണ്ട. അതിനുശേഷം പൊയ്ക്കോ. തീർത്ഥാടനം നിങ്ങൾ പോകണമെന്നല്ലേ ഞാൻ പറഞ്ഞു കേട്ടോ, പോകണം. പക്ഷെ ഇവിടെ ഒന്നാം സ്ഥാനം നിങ്ങളുടെ എട്ടപ്പക്കത്തെ വാലയത്തിൻ്റെ ബലിക്കല്ലിൽ പ്രാധാന്യം കൊടുക്കണം.
അവിടെയുണ്ട് സ്വർഗം, അനുഗ്രഹം. നിസാരമായിട്ട് കാണരുത്, സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്നേഹം ഇട്ടുതരികയാണ്, അനുഗ്രഹം ഇട്ടുതരും ഈശോ. വിശ്വസിക്കുക അതിൽ. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു വലിയ കുടുംബത്തോട് എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ്സൊക്കെ പൊട്ടി തകർന്ന് ആത്മഹത്യയുടെ വക്കിലേക്ക് നിൽക്കുമ്പോൾ അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ CA എഴുതിയിട്ട് 3-4 വർഷമായിട്ട് എഴുതുന്നു, പൊട്ടി തകർന്നിരിക്കുക, ഞാൻ എന്നാ ചെയ്യണം? ഞാൻ പറഞ്ഞു, നീ CAക്ക് പ്രാധാന്യം കൊടുക്കാതെ പരിശുദ്ധ ഖുർആനിക്കൊന്ന് പ്രാധാന്യം കൊടുത്തേ, ഖുർആനിക്ക് പോകാൻ തുടങ്ങി. ഞാൻ വേണേൽ മെസ്സേജ് വായിച്ചിരിക്കും. എന്നുവെച്ചാൽ ഞാൻ കുർബാനയെ സ്നേഹിക്കാൻ തുടങ്ങി. ഒറ്റ ടേക്കിന് തന്നെ CA എക്സാം പാസ്സായി. ഇന്ന് എറണാകുളത്തെ അവൾ പാസ്സായി കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യം കിട്ടുന്നതല്ല, ആ കമ്പനിയുടെ അതിൻ്റെ ഒരു മാനേജർ പോസ്റ്റിലേക്ക് ദൈവം അവളെ നിയോഗിച്ചത്. അപ്പോൾ അവൾ പറയുകയാണ്, പക്ഷേ കുർബാന ഇത്രയും സ്നേഹം നിറഞ്ഞതിക്ക് ഞാൻ അനുഭവിച്ചറിയാൻ. സ്നേഹമുള്ളവരെ, കുർബാനയെ അങ്ങ് സ്നേഹിച്ചേ. കുർബാനയെ നമ്മൾ പിട്ടാത്തെന്ന് അള്ളിപ്പിടിച്ചിരുന്നു, ഒന്നും നമ്മളെ തൊടത്തില്ല. മഹാമാരികൾ വരും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും, നമ്മളെ വേട്ടയാടും. പക്ഷേ നമ്മളിൽ ആനന്ദമുണ്ടാകും. കാരണം ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യം ദേവാലയത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ, ഇന്തോനേഷ്യയിലെ ഒരു പള്ളിയിൽ സുനാമി അടിച്ചു, ദേവാലയത്തെക്കാൾ ഉപരി വലിയ കുന്നിൻ മുകളിലാണ്. ജനമോടി വന്ന് പള്ളിമണി അടിച്ച് എല്ലാവരും ദേവാലയത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അച്ഛനെടുത്തറിയവോ, ദിവ്യകാരുണ്യം അരളിക്കയിലേക്ക് വെച്ചിട്ട് ജനവുമായിട്ട് ഈ കടൽ തീരത്തേക്ക് നടന്നു. അവരെല്ലാവരും പറച്ചാ, സുനാമി പൊങ്ങി വരികയില്ലേ, വാ. അവർ ചെന്ന് ഈ അച്ഛൻ ഈ ദിവ്യകാരുണ്യമേ കടൽ തീരത്തേക്ക് എന്നിട്ട് അവിടേക്ക് അങ്ങ് ഉയർത്തി. അവിടെ നിന്നു തിരമാല. ഇതാ പരിശുദ്ധ കുർബാന. ശരീരത്തിൽ മരണമുണ്ടാകും, ആത്മാവിന് മരണമുണ്ടെന്ന് ഉറപ്പിക്കും. ഈ ഭൂമിയിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. മരിച്ചു കഴിഞ്ഞല്ല, ഇപ്പോൾ ഇവിടെ നമ്മൾ കാണണം, ദൈവത്തെ കാണണം. ദൈവത്തെ കാണാതെ മരിക്കല്ലേ. കുർബാനയിലുണ്ട് എൻ്റെ ഈശോ. കൂടെ നടക്കാൻ, കൊണ്ടു നടക്കാൻ, അനുഭവിക്കാൻ, സ്നേഹിക്കാൻ, തോളത്ത് കൈയിടാൻ, തല്ലുകൂടാൻ, കരയാൻ, വഴക്കിടാൻ, എല്ലാം എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ചിന്തയായിരിക്കട്ടെ കുർബാന. അതുകൊണ്ടാണ് പ്രഭാഷകൻ 24:20 പറയുന്നത്, അത് തേൻകട്ടയേക്കാളും മാധുര്യമേറിയതാ. തേനേക്കാളും മാധുര്യമേറിയതാ. തേനാണ് ഈ ലോകത്തിലെ മധുരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതേക്കുറിച്ച് വേറൊന്നും വന്നിട്ടില്ല. അതിനേക്കാളുമൊക്കെ മാധുര്യമേറിയതാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ഇത് കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടി ദൈവം തന്നിരിക്കുന്നതാ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തെ ആനന്ദത്തിൽ പറഞ്ഞു വെക്കുക, ദിവ്യകാരുണ്യം പൂർണ്ണരായവർക്കുള്ള ഒരു ഭക്ഷണമല്ല, ദുർബലരായവർക്കുള്ളവർക്കാ, വേദനിക്കുന്നവർക്കാ, തകർന്നു പോകുന്നവർക്കുള്ള ഒരു ഭക്ഷണമാണ്. അതെൻ്റെ ജീവിതത്തെ പൂർണ്ണതയിലെത്തിക്കാൻ, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെങ്കിൽ ഈ കുർബാന വേണം. ദൈവത്തെ കാണണമെങ്കിൽ ഈ കുർബാന വേണം. നമ്മൾ പറയും സോഷ്യൽ വർക്ക് ചെയ്ത്, നന്മ ചെയ്ത്, അങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഈ ഭൂമിയിൽ നിത്യജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗം പറുദീസ അനുഭവിക്കണം. ഈ ഭൂമി ഒരു ദൈവത്തിൻ്റെ സ്ഥലമല്ലേ, പറുദീസയാ. അനുഭവിക്കാൻ വ്യാഖ്യാനങ്ങളിലും തെറ്റായ അപക്വതകളിലേക്കും സിദ്ധാന്തങ്ങളിലേക്കും അല്ല പോകേണ്ടതെന്ന് പറയുക ഈശോ. പരിശുദ്ധ കുർബാനയിലേക്ക് ആഴ്ന്നിറങ്ങുക. സ്നേഹം എന്താണെന്ന് പഠിക്കാൻ പറ്റും. സാധിക്കട്ടെ. ഈശോ നിങ്ങളെല്ലാം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അർപ്പിക്കുമ്പോൾ, കുർബാന അർപ്പിക്കും, കുർബാനയ്ക്ക് എത്തണം. കുർബാന അർപ്പിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ, വിശ്വാസവും എളിമയും സ്നേഹവും അനുതാപത്തോടെയും നിങ്ങൾ ബലിയർപ്പിക്കുക. നിങ്ങൾ കാണും, നമ്മൾ ആരെയും മാറ്റി നിർത്തില്ല. ഒരു പാർഷ്യാലിറ്റി അതിനകത്തില്ല കേട്ടോ. ഈശോയ്ക്ക് എല്ലാവരെയും വേണം. നീ കൊള്ളില്ല, നീ ഇങ്ങനെയാണ്, നീ അങ്ങനെയാണെന്ന് അങ്ങനെയാണ് ഒന്നും പറയില്ല. എല്ലാവരും ഈശോയ്ക്ക് വേണം. ഈശോയുടെ മക്കളാണ്.
ഈശോ കാരുണ്യവാനാ, സ്നേഹിക്കുന്നവനാ. ഒറ്റ കാര്യം, ഈ 4 കാര്യം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഈശോ വരും. ഒരു സഹോദരി ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കുക, ഈശോ എല്ലാവരും നിന്നെ കാണുന്നുണ്ട്, എനിക്കൊരു അനുഭവം തരും. അപ്പോൾ അവൾ കാണുന്നത് ദിവ്യകാരുണ്യത്തിൽ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹൃദയം ജ്വലിക്കുന്ന ഒരു ചിത്രം അവൾ കാണുകയാണ്. ആ ഒരു അനുഭവം അവളുടെ ഹൃദയത്തിൽ അപ്പം തന്നെ പതിച്ചു. അവൾ പറയുകയാണ്, ആ സമയം ഉണ്ടായിരുന്നു ദുഃഖം അങ്ങ് മാറി. പല കാര്യങ്ങളെക്കുറിച്ച് ദുഃഖമുണ്ടായിരുന്നു, ആ ദുഃഖം മാറി ആനന്ദം നിറയാൻ തുടങ്ങി. അവനും അവൾക്കും വിശുദ്ധനാകാമെങ്കിൽ ഇഗ്നേഷ്യസിനോട് പറഞ്ഞതുപോലെ എനിക്കും ആ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടതാ. ഉപേക്ഷിക്കാതിരിക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും നിങ്ങളെയും വിളിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഓരോ നിമിഷവും ആ അനുഗ്രഹം സ്വീകരിക്കാൻ സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.